എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജീവനും ജീവിതവും പ്രോഗ്രാമിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക എബ്രഹാം ബ്രദറിനെ പ്രത്യേക സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പല കാലങ്ങളിൽ, പല ദേശങ്ങളിൽ, പല തലങ്ങളിൽ വിഷയമായിട്ടുള്ള ഒരു വാക്കാണ് സ്വാതന്ത്ര്യം എന്നത്. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മതത്തിനുള്ളിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇങ്ങനെ പല വിഷയങ്ങളിൽ പല തലങ്ങളിൽ ചർച്ച നടക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതിന് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നാം ഇന്ന് പഠനവിധേയമാക്കുന്ന വിഷയം പ്രാർത്ഥിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ സഭ എന്ന ചട്ടക്കൂടിൽ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം എന്നതാണ്. തദ്ദേശീയ സഭകളിൽ അതിന്റെ അംഗങ്ങൾക്ക് വ്യക്തികൾ എന്ന നിലയിൽ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെങ്കിൽ സഭ വ്യക്തികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, നിയന്ത്രണം എങ്ങനെയുള്ളതാണ് എന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മോട് വിഷയം സംസാരിക്കുന്നത് പ്രിയ എബ്രഹാം തോമസ് ബ്രദറാണ്. ബ്രദറിനെ ഏറ്റവും സ്നേഹത്തോടെ അതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ജീവനും ജീവിതവും സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എന്നെ വീണ്ടും ക്ഷണിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ വിഷയം വളരെ ഗംഭീരമായ വിഷയമാണ്. സഭയുടെ ചട്ടക്കൂട്ടിൽ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം, അങ്ങനെയാണ് അതിലെ പ്രധാനമായിരിക്കുന്ന ടൈറ്റിൽ തന്നിട്ടുള്ളത്. സഭ ഒരു ചട്ടക്കൂടാണ് എന്നോ സഭയ്ക്കൊരു ചട്ടക്കൂട് ഉണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന അസംഷൻസ് ആ വിഷയത്തിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ട്. അതിനെ ചോദ്യം ചെയ്യാനോ ശരി തെറ്റെന്ന് സമർത്ഥിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലിബർട്ടി, ഫ്രീഡം എന്നൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത അടിമത്തം, പീഡനം, ഓപ്പറേഷൻ, തടവറയിലെ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ചില പശ്ചാത്തലങ്ങളാണ്. ആ പശ്ചാത്തലങ്ങളിൽ അല്ലാതെ സ്വാതന്ത്ര്യം എന്ന വാക്ക് ഒരുപാട് ആവേശം നമുക്ക് ഉണ്ടാക്കുകയില്ല. ആകാശത്തിലൂടെ ഇഷ്ടപ്രകാരം പറന്നു നടക്കുന്ന ഒരു പക്ഷിയോട് സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞാലൊന്നും പക്ഷിക്ക് വലിയ താല്പര്യം കേൾക്കാൻ ഉണ്ടാവില്ലെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. എന്നാൽ കൂട്ടിലിട്ടിരിക്കുന്ന ഒരു പക്ഷിയോട് സ്വാതന്ത്ര്യത്തിന്റെ ഒരു നിർവചനവും അതിന്റെ പ്രയോജനവും ഒക്കെ പറഞ്ഞാൽ അത് വളരെ ആവേശം കൊള്ളും. പിന്നെ പറന്നു കിടക്കുന്ന പക്ഷിയെ ഞങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ടെ എന്ന് ചോദിച്ചാൽ ഇതുവരെ കൂട്ടിൽ കിടന്നിട്ടില്ലാത്ത പക്ഷിക്ക് അത് തീർച്ചയായും സന്തോഷമുളവാക്കുന്ന ഒരു ആശയമായിരിക്കും. അപ്പോ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തിൽ നിന്നൊക്കെയോ ഉള്ള ഒരു വിടുതൽ അതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും കാണണം. സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി സമൂഹം കാണുന്നത് അടിമത്വത്തെയാണ്. മനുഷ്യനെ അടിമകളാക്കി, ബലമായി അടിമകളാക്കി ഉപയോഗിച്ചതായിരിക്കുന്ന കാലഘട്ടം മനുഷ്യനോട് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ഉണ്ട്. വിശ്വാസികളായ നമുക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോഴും വലിയ ഒരു ആവേശമാണ് ആ നിലയിൽ തന്നെ ഉണ്ടാകേണ്ടത്. എന്നാൽ പാപത്തിന് എല്ലാവരും വിധേയരാണ്, യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലും പാപത്തിന്റെ അടിമത്വം അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ വ്യത്യാസം. ക്ഷയരോഗത്തിന്റെ അണുക്കൾ എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിലും ക്ഷയരോഗികളല്ല എല്ലാവരും. ആ അണുക്കൾക്ക് ശരീരം അടിമപ്പെടുമ്പോഴാണ് ഒരു ക്ഷയരോഗിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് പാപത്തിന്റെ അണുക്കൾ എല്ലാ മനുഷ്യരിലും ഉണ്ട്, ഒരു വ്യത്യാസവുമില്ല. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തെ പാപം ഒരുപോലെയല്ല അടിമപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം, ഇതിന്റെയൊക്കെ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രസക്തിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് തീർച്ചയായിട്ടും ആളുകൾക്കുള്ളത്. ഏതായാലും സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത, അടിമത്വം അനുഭവിക്കുന്ന, കെട്ടിയിട്ടിരിക്കുന്ന, ബന്ധനസ്ഥനായിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ളതായിരിക്കുന്ന സൂചനയുണ്ട്. സഭയുടെ ചട്ടക്കൂട്ടിൽ അങ്ങനെ ആളുകളെ ബന്ധനസ്ഥനായിട്ടിരിക്കുകയാണോ, അങ്ങനെ ഏതെങ്കിലും സഭകൾ ആളുകളെ ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില സമുദായങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ സമുദായത്തിന്റെ ചട്ടക്കൂട്ടിൽ അവർ അടിമകളായി കിടക്കുന്നവരാണ്.
റോമിന്റെ അടിമകൾ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവരൊന്നും അടിമകളാണ് എന്ന് സമ്മതിക്കുകയില്ല. ഞങ്ങൾ വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നേ പറയും. അതിനേക്കാൾ അധികം അടിമത്ത അനുഭവം ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചില സഭകളിൽ അവർക്ക് ആ സഭകളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അവരെ പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറയുമ്പോൾ അവരത് വലിയ ഗൗരവമായ ഒരു അടിമത്തത്തിന്റെ അനുഭവമായിട്ടൊക്കെ കാണാറുണ്ട്. ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാത്തതായിരിക്കുന്ന ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ കൾട്ടുകൾ എന്നൊക്കെ പറയും. കൾട്ടുകളുടെ സ്വഭാവം അതാണ്. അതിലെ അംഗങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ എല്ലാവിധമായ പ്രവൃത്തികളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നതായിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് അവരെ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ വളരെ ശക്തമായിരിക്കുന്ന നിയന്ത്രണത്തിൽ, ചട്ടക്കൂട്ടിൽ കഴിയുന്നവരുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കത്തക്ക ഒരു വിഹായസിലേക്ക് തുറന്നുവിടുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയുന്നെങ്കിലും അത് ശരിയാകണമെന്നില്ല. കാരണം അടിമത്വത്തിന് തന്നെ പല വശങ്ങളുണ്ട്. അടിമകൾ പൊതുവെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് വേറെ ഒരാളുടെ ഉടമസ്ഥതയുള്ള ഒരു വസ്തുവിനെ പോലെ കഴിയേണ്ടി വരുന്നു. യജമാനന്റെ ഇഷ്ടാനുസരണം ഈ മനുഷ്യനെ ഉപയോഗിക്കുവാനോ ശിക്ഷിക്കുവാനോ ഒക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതായിരിക്കുന്ന സങ്കല്പം ക്രൂരന്മാരായിരിക്കുന്ന ചില യജമാന്മാരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടിമത്വത്തിന്റെ ചങ്ങല വളരെ ശക്തമായി അവരുടെ കരങ്ങളിലെ മുറുകിയിരിക്കും. എന്നാൽ നല്ലവരായ ചില യജമാന്മാരുണ്ട്. അടിമയെന്ന ടൈറ്റിലാണ് അവർ അവിടെയും കഴിയുന്നതെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്താലും പിരിഞ്ഞു പോകില്ല. പഴയ നിയമത്തിൽ നാം അത് കാണുന്നുണ്ട്. ഇയർ ഓഫ് ജൂബിലിയിൽ ഉൾക്കൊള്ളാനായിട്ട് വിട്ടാലും ഇല്ല, ഞാൻ പോകില്ല, ഞാൻ യജമാന്റെ ദാസനായി തന്നെ നിന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാത് തുളച്ച് കാതിൽ ഉടമസ്ഥന്റെ അടയാളം ഉള്ളതായിരിക്കുന്ന അത് ഒരു വള, ഒരു കടുക്കൻ അവിടെ ഇടാറ് പതിവുണ്ട്. കാതുകൾ ദൈവങ്ങൾക്ക് തുളച്ചിരിക്കുന്നു എന്നൊരു സങ്കല്പം പട്ടു തുടങ്ങിയുണ്ട്. നീ എന്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അഹരോന ജനങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ കാതുകളിലെ കുടുക്കുകളെ കൊണ്ടുവരാനാണ്. നിങ്ങളുടെ ദൈവങ്ങൾക്ക് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുക്കുകളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് അവർ മേലാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കുടുക്കുകൾ ധരിച്ചില്ല കുറെ കാലത്തേക്ക്. അതിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം അതിന്റെ പിന്നിലുണ്ട്. അടിമകൾ പൊതുവെ അനുഭവിച്ചിരുന്ന അടിമത്വം എന്ന് പറയുന്നത് തങ്ങളുടെ ഫിസിക്കൽ മൂവ്മെന്റിന് ഉള്ള ലിമിറ്റേഷൻസ്, ശാരീരികമായി ഇഷ്ടമുള്ളിടത്ത് പോകാനോ വരാനോ ഇഷ്ടമുള്ളത് ചെയ്യാനോ കഴിയില്ല. ആ നിലയിൽ അടിമകളായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു അടിമത്വം അവർ പലപ്പോഴും അനുഭവിച്ചിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ആ ഇഷ്ടമെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ദോഷമുള്ളതായിരുന്നു. മയക്കുമരുന്ന്, മദ്യം, തെറ്റായ ലൈംഗിക വൃത്തികള്, ഇതൊക്കെ അവരുടെ ഇഷ്ടം പോലെയാണ് ചെയ്തത്. പക്ഷെ അവരെ കുറിച്ച് നാം പറയുമ്പോൾ അവർ അതിനൊക്കെ അടിമകളായിരുന്നു എന്നാണ്. കുറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് അവർ വിചാരിച്ചാൽ പോലും സ്വാതന്ത്ര്യമായി അവർക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. കാരണം ആ ദുശീലങ്ങൾ അതിൻ്റെതായിരിക്കുന്ന ഹാൻഡ് കഫുകൾ അവരുടെ കരങ്ങളിലെ ബന്ധിച്ചിരുന്നു. സാമൂഹിക, രാഷ്ട്രീയ, മതപരമായിരിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് പലപ്പോഴും കിട്ടിയെന്ന് വന്നാലും ഈ അടിമകൾ യഥാർത്ഥത്തിൽ അടിമകൾ തന്നെയാണ്. ഒരു രാസവസ്തുവിന് അടിമയായിരിക്കുന്നതാണോ അതോ ഒരു വ്യക്തിക്ക് അടിമയായിരിക്കുന്നതാണോ വലിയ അടിമത്വം എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഒരു രാസവസ്തുവിന് അടിമയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ അടിമത്വം. അത് ഇപ്പൊ പുകയിലയോ മറ്റിന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നതായിരിക്കുന്ന പേര് കേൾക്കുന്ന അനേക രാസവസ്തുക്കളുണ്ട്.
അതിനുള്ളതായിരിക്കുന്ന അടിമത്വം എന്ന് പറയുന്നത് ഇയാളെ പിടിച്ചുകൊണ്ട് വേറൊരു മനുഷ്യൻ തന്റെ അടിമയാക്കി തീർത്താൽ ഉണ്ടാകുന്ന അടിമത്വത്തെക്കാൾ വലിയ അടിമത്വമാണ്. കാരണം ഇത് ആരും തന്നെ നിർബന്ധിക്കുന്നതല്ല, തന്റെ ഇഷ്ടപ്രകാരം താൻ എടുക്കുന്നതാണ്, സ്വയം തല കൊണ്ട് വെച്ചു കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചായിരിക്കും അത് ചെയ്യുന്നതെങ്കിലും ബലപ്രയോഗത്താലൊന്നും ആരും ഒരടിമയാക്കുകയല്ല ഡ്രഗ്സിന്. അപ്പോ ഏത് വിധത്തിലുള്ള അടിമത്വമാണ് ഭയങ്കരമെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ചിലര് പറയും വ്യക്തികൾക്ക് അടിമയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ അടിമത്വം. അതിൽ രാഷ്ട്രീയ അടിമത്വവും സാമൂഹിക അടിമത്വവും മതപരമായ അടിമത്വവും ഒക്കെ വരാം. മറ്റു ചിലർ പറയും അതൊന്നും അത്ര വലിയ അടിമത്വമല്ല, അതിനേക്കാൾ വലിയ അടിമത്വമാണ് ചില വസ്തുക്കൾക്ക്, ചില സിദ്ധാന്തങ്ങൾക്ക് മനുഷ്യൻ അടിമയായി പോകുന്നു. വസ്തുക്കളായാലും സിദ്ധാന്തങ്ങളായാലും അത് സൃഷ്ടിക്കുന്നതായിരിക്കുന്ന അടിമത്വം ഒരു പ്രക്ഷോഭം കൊണ്ടൊന്നും മാറ്റാവുന്ന ഒന്നല്ല. രാഷ്ട്രീയ അടിമത്വമൊക്കെ എങ്ങനെ മാറ്റുവാനായിട്ട് കഴിയും? ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് മോചിതമായി, അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന അടിമകള് അവരവരുടേതായിരിക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഏബ്രഹാം ലിങ്കന്റെ കാലത്ത് അവർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം. എന്നാൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ഒക്കെ ശ്രമഫലമായിട്ട് അവർക്ക് ബൗദ്ധികവും വൈകാരികവുമായിരിക്കുന്ന സ്വാതന്ത്ര്യം കുറച്ചുകൂടി ലഭിക്കുവാനായിട്ടിടയായി. സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഏത് സാഹചര്യത്തിനും യോജിക്കുന്ന ഒരു നിർവചനം സ്വാതന്ത്ര്യത്തിനുണ്ടോ? അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ടോ? അതോ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നിർവചനവും മാറ്റിക്കൊണ്ടേയിരിക്കണോ? പല നിർവചനങ്ങൾ ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ള ആളാണ്. എനിക്ക് എല്ലാ കാലത്തും ഇഷ്ടപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് വളരെ ലളിതമായിരിക്കുന്ന ഒന്നാണ്. അതിന്റെ ലാളിത്യം കൊണ്ട് അനേകരും അത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിലൊരു ഇന്റലക്ച്വൽ എലമെന്റ് ഇല്ല എന്ന് പറയും. ഒരു ഫിലോസോഫിക്കൽ ലോജിക്കൽ എലമെന്റ് ഒന്നും അതിന് കാര്യമായിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിജീവികളോട് അതേക്കുറിച്ച് പറഞ്ഞാൽ അവര് ചിരിക്കും. അപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നായാലും മറ്റ് ഏത് സാമൂഹ്യ വ്യവസ്ഥയുടെ ചട്ടക്കൂട്ടിൽ നിന്നായാലും സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ശരിയായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ശരിയായ പശ്ചാത്തലത്തിൽ ചെയ്യുവാനുള്ള അവസരത്തിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ചിലർ ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ശരിയായ മാർഗത്തിലല്ല അത് ചെയ്യുന്നത്. തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചില ശരിയായ കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത്. പക്ഷെ അത് സ്വാതന്ത്ര്യമല്ല. ശരിയായ വിധത്തിൽ തെറ്റായ സമയത്ത് ഒരു കാര്യം ചെയ്താലും അത് സ്വാതന്ത്ര്യമാവില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് ആത്യന്തികനായ ഒരു വ്യക്തി ആയിരിക്കണം. ആ വ്യക്തി നമുക്കറിയാം ദൈവം താൻ മാത്രമാണ്. പാരമ്പര്യമായ അസ്തിത്വവാദികൾ മറ്റൊരു വിധത്തിൽ സമ്മതിക്കുകയില്ല, ചിന്തിക്കുകയുമില്ല. ആത്യന്തികനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തുള്ള മനുഷ്യരോട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുവാൻ കഴിയും. അങ്ങനെ ആ വ്യക്തി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യവർഗത്തിന് ഏത് കാലത്ത് ലഭിക്കേണ്ടതിന് വേണ്ടി അത് ആത്യന്തികമായ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കണം, മാറ്റം വരാത്ത ഒരു ഗ്രന്ഥത്തിൽ. എന്ന് മാത്രമല്ല, എഴുതിയത് യാതൊരു തെറ്റും കൂടാതെ ആയിരിക്കണം എഴുതേണ്ട. ആശയത്തിലും ആവിഷ്കരണത്തിലും തെറ്റുകൾ വരാൻ പാടില്ല. ഈ ഗ്രന്ഥത്തെ തലമുറകൾക്ക് വേണ്ടി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞപ്പോ അതെല്ലാം തിരുത്തപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു എന്ന് വരും.
എന്ന് മാത്രമല്ല, ഈ വിധത്തിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് ആത്യന്തികമായിരിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ലക്ഷ്യമില്ല, ഉദ്ദേശമില്ല. വിശുദ്ധ ബൈബിളിൽ എന്താണ് ശരി എന്ന് വ്യക്തമായി എഴുതി നൽകപ്പെട്ടിട്ടുണ്ട്. ശരി എന്ന് ബൈബിൾ കൽപ്പിച്ചിട്ടുള്ള സത്യങ്ങളെ ശരിയായ വിധത്തിൽ, ശരിയായ സമയത്തും സ്ഥലത്തും ശരിയായ ഉദ്ദേശത്തോടു കൂടെ ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യം ചിറകുകൾ വിരിച്ച് പറക്കുവാൻ ആരംഭിക്കുന്നത്. 10 കൽപ്പനകളിൽ അടിസ്ഥിതമായ മൂല്യങ്ങളെയും ചെയ്തികളെയും ആണ് ബൈബിൾ വിശ്വാസികൾ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ കാണുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ബൈബിൾ വിലക്കിയിട്ടുള്ള യാതൊരു കാര്യവും സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ പെടുന്നില്ല. അത് സ്വാതന്ത്ര്യത്തിന്റെ ലംഘനത്തിലാണ് വരുന്നത്. പാരമ്പര്യ നിർവചനത്തിൽ നിന്നും വളരെ വ്യതിചലിച്ച കാഴ്ചപ്പാടുകളാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് സങ്കടത്തോടുകൂടെ പറയട്ടെ. ഇന്ന് ആത്യന്തിക ധാർമ്മികതാവാദം അനേകർ ഉപേക്ഷിച്ചു കളഞ്ഞു. ബൈബിൾ പറയുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം പറയുന്നു, ദൈവം കൽപ്പിക്കുന്നു എന്നൊക്കെ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പുച്ഛിക്കും. നല്ലൊരു ശതമാനം ക്രൈസ്തവ മതക്കാരും ആ ആശയത്തെ ഇന്ന് സ്വീകരിക്കില്ല. ബൈബിളിന്റെ അധികാരത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും ഇന്നത്തെ മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവനാണ്. പുരാതന കാലത്ത് രചിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഇന്ന് ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യരുടെ ധാർമ്മികതയെ നിശ്ചയിക്കേണ്ടത് എന്ന വാദം ഇന്ന് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ശരിയും തെറ്റും എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഈ ആത്യന്തിക ധാർമ്മികതാവാദവും ആത്യന്തിക വ്യക്തിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും അസ്വീകാര്യമായ ആളുകൾ എങ്ങനെയാണ് അവർ ശരിയും തെറ്റും നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, സാംസ്കാരിക ആപേക്ഷികതത്വമാണ് ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്, കൾച്ചറൽ റിലേറ്റിവിസം. ഒരു കൾച്ചർ ശരി എന്ന് അംഗീകരിക്കുന്നതൊക്കെ ആ കൾച്ചറിന് ശരിയാണ്. അത് വേറൊരു കൾച്ചറിന് ശരിയാകണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആത്യന്തികമായ മൂല്യങ്ങൾ ലോകത്ത് എല്ലായിടത്തുമില്ല. അതൊക്കെ ലിമിറ്റഡ് ടു എ കൾച്ചർ. ഒരു രാജ്യത്ത് തന്നെ നിരവധി കൾച്ചറൽ മിലിയു കണ്ടെന്നു വരാം. അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിലും ശരി തെറ്റ് എന്ന സങ്കല്പം പല വിഷയങ്ങളെ കുറിച്ചും ശക്തമായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്തിന് ശരി തെറ്റ് എന്ന സങ്കല്പം പരസ്പര വിരുദ്ധതയുള്ളതായിരിക്കും. ഒരിടത്ത് ശരി, മറ്റൊരിടത്ത് അത് തന്നെ തെറ്റ്. ഇന്ന് ശരി, പക്ഷെ നാളെ തെറ്റ്. ഇതാണ് ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ പറയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ പറയുന്നത്. അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ, ബോധിച്ചത് എന്ന് പറഞ്ഞാൽ ശരി എന്ന് തോന്നിയതുപോലെ, എവരി മാൻ ഡിഡ് ദാറ്റ് വിച്ച് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്. തന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ശരി എന്ന് തനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് താൻ ചെയ്തത്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റായിരുന്നു. സാംസ്കാരിക ആപേക്ഷിക ധാർമ്മികത വ്യക്തിഗത ധാർമ്മികത എന്ന നിലയിലായിരിക്കും പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം മൊത്തത്തിൽ ചെയ്യുന്നതിനേക്കാൾ വ്യക്തിയായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനെ പല വ്യക്തികൾ അത് ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം അത് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന്റെ അപകടം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഓരോരുത്തരും തനിക്ക് തോന്നിയത് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 1000 ആളുകളുള്ള സമൂഹത്തിൽ 1000 കാര്യങ്ങളാണ് ചെയ്യപ്പെടുന്നത്. 1000 ശരികളാണ് അവരെ കാണുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്? അതുകൊണ്ട് ആ വാദം സ്വീകരിക്കാത്തതായിരിക്കുന്ന ആളുകളെ പിന്നെ സാഹചര്യ ധാർമ്മികത എന്നാണ്, സിറ്റുവേഷൻ എത്തിക്സ്. അവര് പറയുന്നത് സാഹചര്യമാണ് ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്. ജോൺ ഫ്ലെച്ചർ എന്നയാളാണ് സാഹചര്യ ധാർമ്മികതയുടെ പ്രജ്ഞാതാവ്. അതിനൊക്കെ വളരെ മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തു വന്നിരുന്നത്.
ശരിയും തെറ്റുമൊക്കെ സാഹചര്യം അനുസരിച്ച് നിശ്ചയിക്കപ്പെടും. ശരിയും തെറ്റും കൊണ്ട് സാഹചര്യങ്ങളെ അളക്കുവാൻ ശ്രമിച്ചാൽ നമുക്കറിയാം അത് ശരിയായിരിക്കുകയില്ല. വിശുദ്ധ ബൈബിൾ അംഗീകരിക്കുന്ന ഒരു ആശയമല്ല മേൽക്കുറിച്ചത് രണ്ടും. റോമർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ സാഹചര്യം അനുസരിച്ച് ചിലർ പാപികളും ചിലർ നല്ലവരുമായിത്തീരുന്നു എന്നൊരാശയമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കും. മൂന്നാമതൊരു ഓപ്ഷനായിട്ട് പലരും സ്വീകരിച്ചിട്ടുള്ളത് ബിഹേവിയറിസമാണ്, പെരുമാറ്റ ധാർമ്മികതാ സിദ്ധാന്തം. രണ്ട് വിധത്തിൽ മനുഷ്യൻ പെരുമാറുന്നു എന്ന സങ്കല്പമാണ് ഈ സിദ്ധാന്തത്തിന് പുറകിലുള്ളത്. ഒന്ന് ജനറ്റിക്കൽ ബിഹേവിയർ, അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ കൺസെപ്ഷന്റെ നിമിഷം തന്നെ ആ വ്യക്തിയുടെ സ്വഭാവങ്ങളും താല്പര്യങ്ങളും ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. ജീൻസുമായി ബന്ധപ്പെട്ടാണത്. അയാളുടെ ജീൻസാണ് അയാളെ പ്രത്യേക പെരുമാറ്റങ്ങൾക്ക് ഉടമയാക്കുന്നത്. മദ്യപാനവും ലൈംഗികാസക്തിയും ഒക്കെ ജീൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇന്ന് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് ചുറ്റുപാടിന്റെ സ്വാധീനമാണ്. ആളുകൾ ശരിയും തെറ്റുമൊക്കെ ചെയ്യാനിടയാകുന്നു. അതിനൊന്നും ബൈബിൾ ഉത്തരവാദികളല്ല എന്നവർ പറയും. ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൽപ്പിച്ചു, അങ്ങനെ കുറെ പ്രമാണങ്ങൾ എഴുതി വെച്ചു, അതൊന്നും ആരും സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രമാണങ്ങൾ കൊണ്ട് ഒരാളെ നല്ലവനെന്നോ ചീത്തയെന്നോ പറയുവാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. മേൽക്കുറിച്ച സിദ്ധാന്തങ്ങളൊക്കെ തെറ്റായ സിദ്ധാന്തങ്ങളാണ്. നാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിത് പറയാൻ കാരണം, അനേക വിശ്വാസികളുടെയും മനസ്സിൽ അങ്ങനെ വ്യക്തമായി എഴുതപ്പെട്ട നിലയിൽ അല്ലെങ്കിലും ഈ ആശയങ്ങൾ വെച്ചാണ് അവർ ശരിയും തെറ്റും പലപ്പോഴും നിശ്ചയിക്കുന്നത്. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് അവർ നിശ്ചയിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതായിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ, പ്രീസപ്പൊസിഷൻസ് ഇവയൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കുന്ന സഭകളും സമുദായങ്ങളും ഇന്നുണ്ട്. അവരുടെ ഡെക്കാലോഗ്, ബൈബിളിലെ 10 കൽപ്പനകൾ അടിസ്ഥിതമായിരിക്കുന്ന ധാർമ്മികതയൊക്കെ അവർ മാറ്റിവെച്ചു. മരുഭൂമി ജീവിച്ച ആളുകൾക്ക് വേണ്ടി മോശ എഴുതി കൊടുത്തതായിരിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികത ഏറ്റവും വളർന്ന മനുഷ്യൻ ചന്ദ്രനിൽ പോയി ബഹിരാകാശത്ത് പോയി ജീവിക്കുവാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തെ നടപ്പാക്കുവാൻ ശ്രമിച്ചാൽ ശരിയല്ല. ഇന്നത് ബാധകമല്ല എന്ന് പറയുന്നവർ. അതുകൊണ്ട് സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ സ്വതന്ത്രനാണോ എന്നുള്ള ഒരു നിശ്ചയം തന്നെ ചെയ്യുന്നതിന് ഏത് മാനദണ്ഡമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. എത്തിക്കൽ ആബ്സല്യൂട്ട്സ് അഥവാ ആത്യന്തിക ധാർമ്മിക പ്രമാണങ്ങൾ, അതാണ് ബൈബിൾ തരുന്നത്. പ്രകൃതിവാദങ്ങളിൽ അടിസ്ഥിതമായ ഒരു വിശ്വാസമല്ലാതെ മറിച്ച് ആത്യന്തികനായ, നിത്യനായ, സർവജ്ഞാനിയും സർവശക്തനും സർവസാന്നിധ്യമുള്ളവരുമായ സർവാധികാരിയായ ത്രിയേക ദൈവം തന്റെ ഇഷ്ടപ്രകാരം സർവവും സൃഷ്ടിച്ച് നടത്തുന്നു എന്ന യാഥാർത്ഥ്യങ്ങളിൽ അടിസ്ഥിതമായിരിക്കുന്ന ഒരു വിശ്വാസ സംഹിതയാണ് ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്. ആത്യന്തിക ധാർമ്മികതാ പ്രമാണം ഒഴികെ മറ്റൊന്നും സ്വീകാര്യമല്ല. ദൈവം തന്നെ പ്രകൃതിയിലൂടെയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയും ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളിലൂടെയും വെളിപ്പെടുത്തുകയും ദൈവ സ്വഭാവം, ദൈവഹിതം, ദൈവിക പ്രവൃത്തി മുതലായവയെ കുറിച്ച് വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അവയുമായി പൊരുത്തപ്പെടുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള സത്യങ്ങളെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസി തന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ ലംഘിച്ചുവോ എന്ന് നമുക്ക് വിധിക്കുവാൻ ആവശ്യമായിരിക്കും. ദൈവിക വെളിപ്പാടുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസി പ്രവർത്തിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ വലിയ പ്രസക്തമായി തീരുന്നില്ല. കാരണം അവൻ ചെയ്യുന്നത് ദൈവിക പ്രകാരമാണ്.
ഒരു മനുഷ്യനും എക്സ്ക്യൂസ് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ ധാർമ്മിക വെളിപ്പാടുകൾ ദൈവം തന്റെ വചനത്തിൽ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നു. They are propositional statements. ശരിയും തെറ്റും നിശ്ചയിക്കുവാൻ നമുക്ക് സഹായകരമായിരിക്കുന്ന പ്രസ്താവനകളായിട്ടാണ് അവയൊക്കെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഇച്ഛയ്ക്കും അനുസരണമായുള്ളതാണ്. പാപം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും നിരക്കാത്തതൊക്കെയും പാപമാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളതിന് ദൈവത്തിന്റെ വചനം, കാരണം ആ ഇഷ്ടത്തെ ദൈവത്തിന്റെ വചനത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ വചനത്തിനും നിരക്കാത്തതൊക്കെ പാപമാണ്. അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. അപ്പോ ഒരു വിശ്വാസി സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് താന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും ദൈവത്തിന്റെ സ്വഭാവത്തിനും നിൽക്കുന്ന പ്രവൃത്തികളാണ് താൻ ചെയ്യുന്നത്. ആ നിലയിൽ അവൻ 100% സ്വതന്ത്രനാണ്. അങ്ങനെ ചെയ്യണമെന്ന് തന്നോട് ദൈവം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യത്തിന് കുറവൊന്നും വരുന്നില്ല. അല്ലെ സഭ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടൊന്നും കുറവ് വരുന്നില്ല. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഇച്ഛയ്ക്കും അനുസരണമായുള്ളതാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ കേവലം ബാഹ്യമായ അനുസരണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും വികാരത്തിന്റെയും പൂർണ്ണ യോജിപ്പോടെ പെരുമാറാനുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന സമ്മർദ്ദം എന്റെ മേൽ ചെലുത്തി എന്റെ ഹിതത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഞാനത് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചെയ്ത കാര്യം ശരിയാണെങ്കിലും ഞാനത് ചെയ്തത് ശരിയായില്ലല്ലോ എന്ന ചിന്തയാണ് അവർക്കുള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കംപ്രഷൻ, പ്രഷർ അവരുടെ മേൽ ചെലുത്തിയാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത്. ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ചുറ്റുപാടുകളെയും പരിസ്ഥിതിയെയും സാംസ്കാരിക ചുറ്റുപാടുകളെയും നമുക്ക് അവഗണിക്കുവാൻ കഴിയുമോ? അവയെ നാം ബഹുമാനിക്കണോ? ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? 4 മോഡൽസ് ആണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നിനെ പ്രധാനമായി ആശ്രയിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ പോലും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഒന്ന് വേർപാടിന്റെ മോഡലാണ്, സെപ്പറേഷൻ മോഡൽ. ലോകവും അതിലുള്ളതൊക്കെയും നമുക്ക് യോഗ്യമല്ല. ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിലുള്ളതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. കഴിയുന്നിടത്തോളം വേർപാട് പാലിച്ച് ജീവിക്കണം. മത്തായി 6:24 പറയുന്ന പോലെ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. ആ യജമാനൻ ആരുമാകട്ടെ, സഭയാകട്ടെ, സഭ ലീഡേഴ്സ് ആകട്ടെ, മിഷണറിമാരാകട്ടെ, അധികാരസ്ഥന്മാരാകട്ടെ, ആരായാലും ശരി, ദൈവം എന്ന ഒരൊറ്റ യജമാനെ മാത്രമേ നമുക്ക് സേവിച്ച് ജീവിക്കുവാനായിട്ട് കഴിയൂ. പത്രോസ് അപ്പോസ്തലൻ 2-ാം അധ്യായം 1 പത്രോസ് 2:11 പറയുമ്പോ പ്രവാസികൾ പരദേശികൾ ആത്മാവിനോട് പോരാടുന്ന ജനമോഹങ്ങളെ വിട്ടകന്ന് ജീവിക്കണമെന്ന് പറയുന്നു. ആത്മാവിനോട് പോരാടുന്ന ജനമോഹങ്ങളെ വിട്ടകന്ന് വേണം ജീവിക്കാൻ. അപ്പോഴേ നാം സ്വതന്ത്രരാകും. പക്ഷേ പലപ്പോഴും അതിനെ വിട്ടകരണമെങ്കിൽ ഒരു വലിയ സ്ട്രഗിൾ തന്നെ നടക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കുന്നവരെ ലോകത്തിലുള്ളതിനും അടിമകളാണ്. ദൈവത്തിന് സ്വതന്ത്രരായിട്ടുള്ളവർക്ക് മാത്രമേ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ ഇരിക്കുവാൻ കഴിയൂ. 1-ഉം 2-ഉം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ഉദാഹരണമായിട്ട് പട്ടാളത്തിൽ ചേരുമായിരുന്നില്ല. പട്ടാളക്കാരായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. കൊർന്നേലിയോസ് മുതലായവർ അതിന് ദൃഷ്ടാന്തമാണ്. എന്നാൽ അന്നത്തെ സഭകളിൽ നിന്നും വിശ്വാസികൾ പട്ടാളത്തിൽ ചേരുമായിരുന്നില്ല. അവരതിന് പറയുന്നതായിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ദൈവത്തെയും കൈസരെയും കൂടെ സേവിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ പട്ടാളത്തിൽ അംഗമായിരിക്കുന്ന ഒരാൾ കൈസരുടെ പട്ടാളത്തിൽ എങ്ങനെ അംഗമായിരിക്കുന്നത്?
ഇന്നും ലോകത്തിൽ നിന്ന് പൂർണ്ണ വേർപാട് പാലിക്കുന്നവരായി സമൂഹത്തിന് പുറത്തുപോയി ജീവിക്കുന്നവരായ ആളുകളുണ്ട്. അവർ പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ്. പക്ഷെ അവർ പോകുന്നിടത്ത് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി അനുസരിച്ച് തന്നെയാണോ അവർ ജീവിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് അവർ സ്വതന്ത്രരായോ, സമൂഹം വിട്ടു പോയത് കൊണ്ട് അവർ സ്വതന്ത്രരായോ, അതോ അവർ ഒരടിമത്തിൽ നിന്ന് വേറൊരു അടിമത്തത്തിലേക്ക് കുതിച്ചതേ ഉള്ളോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കണ്ടുവരുന്ന ആമിഷ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകള് അവർ വേർപാടിന് വളരെ പ്രാധാന്യം നൽകുന്നവരാണ്. ആധുനിക സംസ്കാരം ശരിയെന്ന് വെക്കുന്ന പലതും അവർ ഉപയോഗിക്കില്ല. കാറുകൾ ഉപയോഗിക്കില്ല, മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യില്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കില്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കില്ല. അതൊന്നുമില്ലാതെ ഉള്ള ഒരു ജീവിതമാണ്. ലോകത്തിൽ നിന്നും ഉള്ള സെപ്പറേഷന്റെ ഭാഗമാണ് ഇതൊക്കെ ഉപേക്ഷിക്കുന്നതെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അവർ വളരെ മോറലായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവരെല്ലാവരും വിശ്വാസികളൊന്നുമല്ല. കാരണം സുവിശേഷം അവരോട് ആരും വ്യക്തമായി പറയുവാനില്ല. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 ഭാഗത്ത് പൗലോസ് നിർദ്ദേശിച്ചതായിരിക്കുന്ന വേർപാടിനെ കൊരിന്ത്യർ തെറ്റിദ്ധരിച്ചു. കാരണം പൗലോസ് അതിനെ വിശദീകരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ നാം ഈ ലോകം വിട്ടുപോകേണ്ടി വരുമല്ലോ. വേർപാട് പുലർത്തിക്കൊണ്ട് ലോകത്തിൽ നിന്ന് വേറെടുത്ത് പോയി ജീവിക്കുകയല്ല, വേർപാട് പുലർത്തിക്കൊണ്ട് ലോകത്ത് തന്നെ ജീവിക്കുകയാണ്. അപ്പൊ ലോകത്തിൽ ജീവിക്കുമ്പോൾ പുലർത്താവുന്ന ഒരു വേർപാടുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കുന്ന വേർപാടാണ്. ലോകം വിട്ടുപോയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന നിലനിർത്തേണ്ട ഒരു വേർപാടാണെങ്കിൽ അതൊരു കൗണ്ടർഫിറ്റ് വേർപാടാണ്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്താണ് ആക്കിയിരിക്കുന്നത്. ഇവിടെ ജീവിക്കുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക എന്ന പ്രമാണം എല്ലാവർക്കും ബാധകമായ പ്രമാണമാണ്. അപ്പോ ഈ ആത്യന്തിക ധാർമ്മിക പ്രമാണം വളരെ വിലപ്പെട്ട ഒരു പ്രമാണമാണ്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ പലപ്പോഴും മനുഷ്യൻ ലംഘിക്കാറുണ്ട്, ദൈവം ഒന്നും ലംഘിക്കാറില്ല. രണ്ടാമതായിട്ട് നാം കാണുന്നത് താതാത്മ്യ മോഡലാണ്. അതായത് നാം ജീവിക്കുന്ന സാഹചര്യത്തോട് ആവോളം താതാത്മ്യം പ്രാപിക്കുകയും അക്കോമഡേഷൻ നടത്തുക എന്ന് പറയും. ആവോളം ലോകവുമായി ഒത്തുചേർന്ന് പോവുക. ദൈവരാജ്യവും ഈ ലോകരാജ്യവും രണ്ടിന്റെയും പൗരന്മാരായിട്ടാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. പൗലോസിന് സ്വർഗീയ പൗരത്വവും റോമാ പൗരത്വവും ഉണ്ടായിരുന്നു. റോമാ പൗരത്വവും സ്വർഗീയ പൗരത്വവും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുള്ളതായിട്ട് പൗലോസിന് തോന്നിയില്ല. ചില സന്ദർഭങ്ങളിൽ റോമാ പൗരോഹിത്യം താൻ പ്രത്യേകം അവകാശപ്പെടുകയും എടുത്തു പറയുകയും ചെയ്തു. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ ജീവിച്ചതായിരിക്കുന്ന കാലത്ത് അവരും ഇസ്രായേലിന്റെ നന്മയും അനുഭവിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്ത നന്മകളെ കുറിച്ച് അവർ സ്വപ്നം കാണുകയും ചെയ്തു. മോശ ഇസ്രായേലിൽ ജീവിച്ചതുപോലെയും ജോസഫ് ഇസ്രായേലിൽ ജീവിച്ചതുപോലെയും ദാനിയേൽ ബാബിലോണിൽ ചീഫ് സെക്രട്ടറി ആയിരുന്നതുപോലെയും എസ്തർ പേർഷ്യൻ റാണി ആയതുപോലെയും മൊർദെഖായി പേർഷ്യയിലെ പ്രധാനമന്ത്രി ആയതുപോലെയും നമുക്കും താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാമെന്നാണ്, അക്കോമഡേറ്റ് ചെയ്ത് ജീവിക്കാമെന്നാണ് പ്രമാണം. അപ്പൊ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വേറെ ഒരു ഡിമെൻഷനാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ വളരെ സ്വതന്ത്രരായ ആളുകളാണ്. അവർ ദൈവത്തെയും പ്രസാദിപ്പിക്കും, മാമോനെയും പ്രസാദിപ്പിക്കും. അതൊരു കാഴ്ചപ്പാടാണ്. എന്നാൽ ദൈവസഭയെ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെ അവഗണിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ താതാത്മ്യ പ്രമാണം. യാതൊരു സംശയമില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കുന്ന ജോസഫും ദാനിയേലും മൊർദെഖായും ഒന്നും അവർ ജീവിച്ചതായിരിക്കുന്ന സാഹചര്യങ്ങളുടെ താതാത്മ്യം പ്രാപിച്ചവരല്ല. ആ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചവരും ദൈവത്തിനു വേണ്ടി സംസാരിച്ചവരും പ്രവർത്തിച്ചവരുമാണ്. രാജാക്കന്മാർ അവരെ സ്വാധീനിച്ചില്ല, അവർ രാജാക്കന്മാരെ സ്വാധീനിക്കുകയാണ് ചെയ്തത്.
നെബൂഖദ്നേസറിന്റെ ദൈവത്തെ ദാനിയേൽ ആദരിച്ചില്ല, പക്ഷേ ദാനിയേലിന്റെ ദൈവത്തെ നെബൂഖദ്നേസർ ആദരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അക്കോമഡേഷൻ പ്രമാണം വെച്ച് നമുക്ക് സ്വാതന്ത്ര്യം വളർത്താനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത് നിർദ്ദേശിക്കുന്ന ഒന്ന് രൂപാന്തര മോഡലാണ്, ട്രാൻസ്ഫോർമേഷൻ മോഡൽ. അവരതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ രൂപാന്തര ശക്തിയെ ഉപയോഗിച്ച് ലോകത്തെ രൂപാന്തരപ്പെടുത്തുക. ക്രിസ്തുവിന്റെ രൂപാന്തര ശക്തിയെ ഉപയോഗിച്ച് ലോകത്തെ രൂപാന്തരപ്പെടുത്തുക. ജോൺ കാൽവിൻ ജനീവയിലും ജോൺ നോക്സ് സ്വിറ്റ്സർലൻഡിലും പ്യൂരിറ്റൻസ്, അമേരിക്കൻ പ്യൂരിറ്റൻസ് മാസച്യൂസെറ്റ്സിൽ ഒക്കെ ചെയ്തതായിരിക്കുന്ന രൂപാന്തരം ഇതാണ്. അവരുടെ പ്രവർത്തനം കൊണ്ട് ആ പ്രദേശങ്ങൾക്ക് രൂപാന്തരം വരുത്തി ധാർമ്മികമായ നിയമങ്ങൾ അവിടേക്ക് നടപ്പാക്കി ബൈബിൾ പ്രകാരം ജീവിക്കുവാൻ ജനങ്ങളെ അവർ നിർബന്ധിച്ചു. വലിയ വ്യത്യാസങ്ങൾ തന്നെ അവിടെ വന്നു. യെശയ്യാപ്രവചനം 65 അധ്യായവും ആമോസിന്റെ പുസ്തകം 5 അധ്യായമൊക്കെ അവരെടുത്ത് അവരെ ശക്തമായി വാദിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യത്തിൽ ചില സത്യങ്ങളുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ പാരാമീറ്റേഴ്സ് നിശ്ചയിക്കുവാനായിട്ട് ഈ വാദം വളരെ അപ്രസക്തമാണ്. നാലാമത് ഉള്ള ഒരു മോഡൽ അവതാര മോഡലാണ്, ഇൻകാർണേഷൻ മോഡൽ. റോബർട്ട് വെബർ എന്ന ആളിന്റെ സിദ്ധാന്തമാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ജഡം ധരിച്ച ദൈവപുത്രൻ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ച് ലോകത്തെ സ്വാധീനിച്ചത്, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കുകയും ലോകത്തെ സ്വാധീനിക്കുകയും വേണം. നല്ല പ്രസ്താവനയാണ്. ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന ദൈവപുത്രൻ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ചത്, അങ്ങനെ തന്നെ നാമും ജീവിക്കുകയും ലോകത്തെ സ്വാധീനിക്കുകയും വേണം. കർത്താവ് ലോകത്തെ സ്വാധീനിച്ചത്. കർത്താവ് സാത്താന്റെ ശക്തികൾക്കെതിരെ പോരാടി ജയിച്ചതുപോലെ നാമും പോരാടി ജയിക്കണം. എന്നാൽ കർത്താവ് ജീവിച്ചതുപോലെ നാമും ജീവിക്കുവാൻ നമുക്ക് നിരവധി കോൺഫ്ലിക്റ്റുകളെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ ദൈവത്വം, തനിക്കുണ്ടായിരുന്ന പരിശുദ്ധാത്മ നിറവ്, പാപസ്വഭാവമില്ലാത്തതായിരിക്കുന്ന മനുഷ്യത്വം, ഇവയൊക്കെ കർത്താവിന് ഈ ലോകത്ത് പവിത്രമായി ജീവിക്കുവാൻ കൂടുതൽ ശക്തി നൽകിയതാണ്. എന്നാൽ കേവലം പാപമുള്ള മനുഷ്യത്വവും പരിശുദ്ധാത്മാവിന് നിറവില്ലാത്ത പാപ സ്വഭാവമുള്ള നാമൊക്കെ എങ്ങനെയാണ് കർത്താവിനെ പോലെ ഈ ലോകത്ത് ജീവിച്ച് സ്വാധീനിക്കുന്നത്? ജഡികന്മാരും ആത്മീകന്മാരും സ്വാഭാവിക മനുഷ്യരും അടങ്ങുന്ന സഭകളാണ് ഇന്നത്തെ സഭകളെന്ന് സങ്കടത്തോടുകൂടി പറയട്ടെ. പൗലോസിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. കാരണം പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങളെ ജഡികന്മാരാണ്, ആത്മീയരെന്നവണ്ണം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല, സ്വാഭാവിക മനുഷ്യൻ ദൈവത്തിന്റെ പകരം കൈക്കൊള്ളുന്നില്ല എന്നിങ്ങനെയൊക്കെ സഭകളോട് പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരുന്നു. അപ്പൊ അന്നത്തെ സഭകളിലും സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ ശരിക്കും പാലിക്കുവാൻ കഴിയാതിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നും ആ പ്രശ്നം നമുക്കുണ്ട്. അഞ്ചാമത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ദി സലൈറ്റ് മോഡൽ എന്ന് പറയും, സോൾട്ട് ആൻഡ് ലൈറ്റ് മോഡൽ. വിശ്വാസികൾക്ക് ഈ ലോകവുമായുള്ള ബന്ധത്തിന് 2 വശങ്ങളുണ്ട്. കർത്താവ് വ്യക്തമായി പറഞ്ഞതാണ് 2 വശങ്ങൾ. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഉപ്പിനെ പോലെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഉപ്പുരസം പകർന്നു കൊടുക്കുക, കേടുകൾ മാറ്റുക, ജീർണതകളിൽ നിന്നും വിടുവിക്കുക. വെളിച്ചത്തെ പോലെ കാര്യങ്ങളെ തുറന്നു കാട്ടുക, വഴി കാട്ടുക, അപകടങ്ങൾ തുറന്നു കാട്ടുക, സൗഖ്യമാക്കുക. ഇത് 2ഉം വിശ്വാസികൾ ഇന്ന് ചെയ്യേണ്ടതാണ്. സഭകളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്, നമ്മയും ലോകത്തിന്റെ പ്രകാശങ്ങളായിട്ടാണ് കർത്താവ് വെച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു മുഖവുരയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടേ. ഇനി ഞാന് സഭ എന്ന ചട്ടക്കൂട്ടിൽ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് ചില വാക്കുകൾ പറയട്ടെ.
രണ്ട് അസംഷൻസ് ഈ പ്രസ്താവനയിലുണ്ട്. ഒന്ന്, സഭ ഒരു ചട്ടക്കൂടാണ്. രണ്ട്, വിശ്വാസികൾക്ക് സഭയാകുന്ന ചട്ടക്കൂടിൽ സ്വാതന്ത്ര്യം ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ആളുകൾ സഭ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വളരെ ശക്തമായ ഒരു ചട്ടക്കൂട്ടിൽ പിടിച്ച് ഇടപെട്ട് പൂട്ടിയിടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ, സഭാംഗമായ ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ എന്റെ പ്രവർത്തന ശൈലികൾക്ക് ഒത്തിരി വ്യത്യാസം വരും. കാരണം ഈ ചട്ടക്കൂട്ട് പുറത്തു പോകുവാൻ എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഈ ചട്ടക്കൂട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ ആ സ്വാതന്ത്ര്യം എന്താണ്? ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എന്താണ്? ഞാൻ ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് വളരെ പ്രസക്തമാണ്. സഭ വ്യക്തമായ വ്യവസ്ഥാപിത സ്ഥാപനമാണ്, വെൽ ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് ഞാൻ പറയട്ടെ. തോന്നിയതുപോലെ ആളുകൾക്ക് ജീവിക്കാവുന്ന ഒരിടമല്ല സഭ. ദൈവവചനത്തിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന അനാലജീസ് എല്ലാം പരിശോധിച്ച് നോക്കിയാൽ സഭ വളരെ ശക്തമായ ഒരു ചട്ടക്കൂട് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഒരു ശരീരം എങ്ങനെയാണോ അതുപോലെയാണ് സഭയും. നിരവധി ഭാഗങ്ങളുടെ ക്രമാനുക്രമമായ ഒരു സംയോജനമായി ആണ് ശരീരം ഇരിക്കുന്നത്. ഒരു അനാറ്റമി ലാബില് കുറെ തലയോട്ടികളും കുറെ കൈയും കുറെ കാലും ഒരു കൊട്ടയ്ക്കകത്തിട്ടിരിക്കുന്നതല്ല ഒരു മനുഷ്യനെന്ന് പറയുന്നത്. അവിടെ കണ്ട ഓരോ ഭാഗങ്ങളും ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് ഞരമ്പുകൾ വഴിയും മറ്റു ഭാഗങ്ങൾ വഴിയും അതിലേക്ക് രക്തയും ഓജസ്സും മേധസ്സും എല്ലാം പകർന്നു കൊടുത്ത് തൊലി കൊണ്ട് മൂടി അതിനുള്ളിൽ മാംസവും ഒക്കെയുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണം ആയതുകൊണ്ട് ഈ വ്യവസ്ഥാപിത സ്ഥാപനത്തിനുള്ളിൽ തോന്നിയതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു ശരീരം എങ്ങനെയാണോ നിരവധി ഭാഗങ്ങളുടെ ക്രമാനുക്രമമായ ഒരു സംയോജനമായിരിക്കുന്നത്, അതുപോലെ വിശ്വാസികളായ നാമും ക്രമാനുക്രമമായ സംയോജന ബന്ധം അനുഭവിക്കുന്നവരായിരിക്കണം. സഭ എന്ന കൂട്ടത്തിന് ക്രമവും ചന്തവും ആയ പെരുമാറ്റച്ചട്ടമുണ്ട്. 1 തിമോത്തിയോസ് 3:15 വായിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. നടപ്പിന് രീതികളുണ്ട്, നടപ്പിന് ചട്ടങ്ങളുണ്ട്. അതിന് തിമോത്തിയോസ് ആയാലും തീത്തോസ് ആയാലും പൗലോസ് ആയാലും ആരായാലും അത് പാലിച്ചേ മതിയാവും. പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കും. അപ്പൊ തിമോത്തിയോസ് തീത്തോസ് സഭയിൽ എങ്ങനെ പെരുമാറണം? സകല സൽപ്രവൃത്തികൾക്കും മാതൃക കാണിച്ചുകൊണ്ട് വേണം പെരുമാറാൻ. മറ്റുള്ളവർ കാണുമ്പോ he should be a model for good works. 2 തെസ്സലോനിക്കർ 3:6-7 പറഞ്ഞു, ക്രമം കെട്ട് നടക്കുന്ന ഏവരോടും അകന്നുകൊള്ളണം. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല. അപ്പൊ നടപ്പിനൊരു ക്രമമുണ്ട്. ആ ക്രമം എന്താണെന്ന് വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഭാംഗങ്ങൾ ഈ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഈ ക്രമം അനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ. പൗലോസ് തെസ്സലോനിക്ക ലേഖനം 1:2-10 പറഞ്ഞു, ഞങ്ങളെ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപാകെ വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പവിത്രമായും നീതിയായും അനന്യമായുമാണ് ഈ ചട്ടക്കൂട്ടിൽ ജീവിച്ചത്. അപ്പോ സഭയ്ക്ക് പെരുമാറ്റച്ചട്ടമുണ്ട്. അതിന് പ്രകാരം പെരുമാറുവാൻ എല്ലാ വിശ്വാസികളും കടപ്പെട്ടവരാണ്. ആ പെരുമാറ്റച്ചട്ടങ്ങൾ എനിക്ക് അറിയില്ല എന്നൊരാൾ പറയുന്നത് ശരിയല്ല. അതൊക്കെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ അടിമത്വത്തിൽ നിന്നുള്ള മോചനവും കൽപ്പനകൾക്കനുസരിച്ചുള്ള ജീവിതവും ബന്ധപ്പെട്ട ആശയങ്ങളായിട്ടാണ്. ദൈവം നൽകിയതായിരിക്കുന്ന കൽപ്പന പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോര പുരട്ടുക. ആ കൽപ്പനയുടെ അനുസരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നും ഒരു കുടുംബത്തിന് രക്ഷ നേടുന്നത്. ഏതെങ്കിലും കുടുംബം പെസഹയെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ നിയമങ്ങളെ ചട്ടങ്ങളെ
വ്യക്തമായി പാലിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ മരണം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് വെറുതെ അല്ല, സ്വാതന്ത്ര്യം കൊടുത്ത് പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും ലേവ്യ പുസ്തകം 25-ന്റെ 42-ഉം 25-ന്റെ 10-ഉം ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം, വായിക്കാൻ സമയമില്ല. അവിടെ എല്ലാം നമുക്ക് കാണാവുന്നത് ഇസ്രയേലിനെ കൊടുത്തതായിരിക്കുന്ന സ്വാതന്ത്ര്യം, ഇസ്രയേൽ എന്നുള്ളതായിരിക്കുന്ന വിടുതലിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. എന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ എന്നുള്ള കൽപ്പന ആവർത്തിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിലും അത് തന്നെ പറഞ്ഞു. സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നവർ ദൈവത്തിന്റെ വചനത്തിലെ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കൂ. കർത്താവിന്റെ ഉപദേശങ്ങൾ ആവർത്തിച്ചും അടിവരയിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം പ്രമാണമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കേണ്ട അനുഭവമാണ്. പക്ഷെ അത് സത്യം എന്ന് പറഞ്ഞ പ്രമാണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ലഭിക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ 8:31-32 കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പക്ഷെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. വചനത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് പുത്രൻ തമ്പുരാൻ ഇനീഷ്യലി നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ചേറ്റുകുഴിയിൽ കിടന്നതായിരിക്കുന്ന ആളിനെ അവിടെ നിന്ന് പൊക്കി കഴുകി പാറമേൽ നിർത്തി, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. ആ പാറമേൽ നിർത്തിയതെന്ന് ചോദിച്ചാൽ ആ പാറയുടെ പാരാമീറ്റേഴ്സ് വിട്ടങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് അനുവാദമില്ല. അടിമത്വവും സ്വാതന്ത്ര്യവും നാം ഏതിനോട് കടപ്പെട്ടിരിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കാര്യം റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, പാപത്തോട് കടപ്പെട്ടവർ പാപത്തിന് അടിമകളാണ്, എന്നാൽ നീതിയോട് കടപ്പെട്ടവർ നീതിക്ക് അടിമകളാണ്. അപ്പൊ നല്ല അടിമത്വവും മോശമായ അടിമത്വവും ഉണ്ട്. പാപത്തിന്റെ അടിമത്വം ഭയങ്കരമാണ്, നീതിയുടെ അടിമത്വം ഭയങ്കര സ്വാതന്ത്ര്യവുമാണ്. നന്മയോട് കടപ്പെട്ടവർ സഭയുടെ അടിമകളാണ്. അടിമകൾക്കുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് സഭയുടെ അടിമകൾക്കുള്ളത്, വേറൊരു സ്വാതന്ത്ര്യം അവർക്കില്ല. പൗലോസ് തന്നെ ക്രിസ്തുവിന്റെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചത്. ക്രിസ്തുവിന്റെ അടിമ ആയതുകൊണ്ട് ഞാൻ സകലർക്കും അടിമയാകുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ അടിമ എല്ലാവരുടെയും അടിമയാണ്. അങ്ങനെ എല്ലാവരുടെയും അടിമയാകുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ അടിമകൾ സ്വതന്ത്രരാകുന്നത്. 1 കൊരിന്ത്യർ 9:19 ആരാണ് യഥാർത്ഥ സ്വതന്ത്രൻ എന്ന് പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥ ദാസൻ എന്ന് 1 കൊരിന്ത്യർ 7:22 പറയുന്നു. യഥാർത്ഥ സ്വതന്ത്രൻ എന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ ആ മനുഷ്യനെ സംബന്ധിച്ച് നാം സ്വതന്ത്രരാണ്, യാതൊരു അടിമത്വമില്ല. എന്റെ അപ്പച്ചന് ഇഷ്ടമുള്ളത് എന്തും ചെയ്യുവാൻ എനിക്ക് കഴിയും, എനിക്ക് അനുവാദമുണ്ടെങ്കിൽ എന്റെ അപ്പച്ചനെ സംബന്ധിച്ച് ഞാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ എന്റെ അപ്പച്ചന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു അടിമയാണ്. എന്റെ താല്പര്യങ്ങൾക്ക് ഞാൻ അടിമയാണ്. അപ്പോ നാം ദൈവത്തെ എങ്ങനെ കാണുന്നു എന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിശ്ചയിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബ് 1:25 സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2:12 സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ദൈവത്തിന്റെ വചനം നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തരുന്നതാണ്. കാരണം അതിനെ പേര് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്നാണ്. അതുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. പഴയ നിയമത്തെ, പ്രത്യേകിച്ച് ന്യായപ്രമാണത്തെ ഇസ്രായേലിന്റെ ചട്ടക്കൂട്ടിടാനുള്ള നിയമങ്ങളാണെന്ന് കരുതിയ ആളുകൾക്ക് ന്യായപ്രമാണം അടിമത്തമായിട്ടാണ് അവർക്ക് കണ്ടത്. എന്നാൽ ന്യായപ്രമാണത്തെ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമായി കണ്ടവർക്ക് അവരുടെ ജീവിതമാകുന്ന ജീവിതം
സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു അനുഭവമാണ്. കാരണം ന്യായപ്രമാണം ശരിയായ ഏത് കാര്യവും ശരിയായ നിലയിൽ ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടെ ചെയ്യുവാൻ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന അവസരം നൽകുന്നുണ്ട്. അതൊരിക്കലും വിലക്കുന്നില്ല. ആ ശരിയായ കാര്യത്തിൽ ചെയ്യാൻ അനുവാദമല്ലെന്ന് പറയുന്നില്ല. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ ചട്ടക്കൂടാണ് സഭയുടെ ചട്ടക്കൂട് എന്ന് ഞാൻ പറയുന്നത്. സഭ എന്ന ക്രമീകരണത്തിന്റെ വിശ്വാസികളുടെ പേരിലുള്ള അധികാരവും നിയന്ത്രണവും സ്വാധീനവും എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിനുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, സഭ എന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. ഈ സമൂഹത്തിനെതിരെ വ്യക്തികൾ അംഗങ്ങൾക്ക് മേലുള്ള അധികാരം എത്രത്തോളം എന്നത് പ്രസക്തമാണ്. രണ്ട് ഉത്തരങ്ങളാണ് നൽകപ്പെടാറുള്ളത്. ഒന്ന്, എത്രത്തോളം അധികാരം വചനം നൽകുന്നുണ്ടോ അത്രത്തോളം അധികാരമുണ്ട്. വചനം എത്രത്തോളം അധികാരം സഭയ്ക്ക് നൽകുന്നുണ്ടോ അത്രത്തോളം അധികാരം സഭയ്ക്ക് വിശ്വാസികളുടെ മേലുണ്ട്. രണ്ടാമത്, വിശ്വാസ സമൂഹം സഭയെ എത്രത്തോളം അനുവദിക്കുമോ അത്രത്തോളം കൺട്രോള് സഭ നൽകുന്നതാണ്. വിശ്വാസ സമൂഹം അനുവദിക്കാതെ ഒരു സഭയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുകയില്ല. റോമൻ കത്തോലിക്ക സഭ അവരുടെ വിശ്വാസികളുടെ മേൽ വലിയ നിയന്ത്രണങ്ങൾ ചെലുത്തുന്നവരാണ്. അത് ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരത് അനുവദിക്കുന്നത് കൊണ്ടാണ്. ഇത് തന്നെ നമുക്കറിയാം, കേരളത്തിലെ അവരുടെ ആരാധനാക്രമം സംബന്ധിച്ചൊക്കെ വാദങ്ങളുണ്ടായി. റോമിൽ നിന്ന് കൽപ്പന വന്നാലും ഒരു പ്രയോജനവുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആരാധിക്കണം എന്നൊക്കെ അവർ നിശ്ചയിക്കും. അപ്പൊ ജനങ്ങളെ നൽകുന്നതായിരിക്കുന്ന, ജനങ്ങള് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമേ, അല്ലെങ്കിൽ അധികാരം മാത്രമേ സഭകൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. ഇപ്പോ നമ്മുടെ തദ്ദേശ സഭകൾ പോലെയുള്ള സഭകളുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിലെ വിശ്വാസികളുടെ മേൽ സഭയ്ക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ദൈവവചനം എത്രത്തോളം കൺട്രോൾ നൽകുന്നുണ്ടോ അത്രത്തോളം ഉണ്ട്. രണ്ടാമത്, സഭയിലെ വിശ്വാസികൾ എത്രത്തോളം കൺട്രോൾ അനുവദിക്കുമോ അത്രത്തോളമേ ഉള്ളൂ. ദൈവവചനം പറയുന്നു എന്ന് പറഞ്ഞാലും വിശ്വാസികൾ അത് മാനിക്കുന്നില്ലെങ്കിൽ, അതിനെ വെല്ലുവിളിക്കുന്നെങ്കിൽ ആ കൺട്രോൾ ഒന്നുകൊണ്ട് ചെലുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഇതിനെ അതിജീവിക്കാനായിട്ട് ചില സഭകൾ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ ബാപ്റ്റിസ്റ്റ് സഭയോ ബൈബിൾ ചർച്ചുകളോ കോൺഗ്രിഗേഷൻ സഭകളോ ഒക്കെ ചെയ്യുന്നത് എന്താണ്? അവർക്ക് ഭരണഘടനയും ബൈലോസും ഉണ്ട്. അവരുടെ അധികാരികളെ വ്യക്തമായി അവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സഭകളിൽ അംഗങ്ങളായിട്ട് ചേരുന്ന ആളുകൾ അവർ ഒരു ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ ഈ സഭയുടെ ഭരണഘടന വായിച്ചു, ഈ സഭ വിശ്വസിക്കുന്നത് പോലെ ഞാൻ അതിനനുസരണമുള്ളവനായിട്ട് തീരാം, സഭയുടെ അധികാരികളെ ഞാൻ മാനിക്കാം, സഭയുടെ പ്രമാണങ്ങളെ ഞാൻ ലംഘിക്കുകയില്ല, സഭ എന്റെ മേലെടുക്കുന്ന ഏത് അച്ചടക്കത്തിനും ഞാൻ വിധേയനായിരിക്കുന്നതാണ്. അപ്പൊ അതും പറയുമ്പോ എന്താണ്? സഭാംഗങ്ങൾ നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമേ സഭയ്ക്ക് ഉപയോഗിക്കാനുള്ളൂ. ഈ ഡിക്ലറേഷൻ അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് അംഗത്വം കൊടുക്കുന്നത്. അത് മുതൽ സഭയുടെ നിയന്ത്രണത്തിന്റെ കീഴെയാണ്. ഇപ്പോ 1 Corinthians 5-ാം അധ്യായത്തിലെ പൗലോസ് പറഞ്ഞു, ആ ദുഷ്ടനെ നിങ്ങൾ നീക്കിക്കളവാൻ പറഞ്ഞുവെങ്കിലും സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം, ഇത്ര ഗൗരവമായ പാപം ചെയ്ത ഒരുവനെ നീക്കുമ്പോൾ പോലും ഏകകണ്ഠേനെ അദ്ദേഹത്തെ നീക്കാനായിട്ട് കഴിഞ്ഞില്ല. ഭൂരിപക്ഷത്താൽ അവനുണ്ടായ ശിക്ഷ എന്നാ പറയുന്നത്. സ്വന്തം അപ്പന്റെ ഭാര്യ, രണ്ടാനമ്മയെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് പോലും അഭിപ്രായ വ്യത്യാസം കൊടുത്തില്ല സഭയിലുണ്ടായി. എങ്കിലും സഭയുടെ പ്രവർത്തനങ്ങൾ ഈ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ പ്രമാണം പൗലോസ് നൽകിയിരുന്നത് കൊണ്ട് അവനെ പുറത്താക്കുകയും പിന്നെ അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോ സഭകൾക്ക് ബുദ്ധിപദേശം നൽകാനും പ്രബോധിപ്പിക്കാനും ശാസിക്കാനും ശിക്ഷാക്രമങ്ങൾ നടപ്പാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആർബിട്രറി സ്വാതന്ത്ര്യമല്ല. അതും സഭാംഗങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന പരസ്പരം ഉള്ളതായിരിക്കുന്ന ബഹുമാനത്തിന്റെയും വിധേയത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്.
അപ്പോൾ ചിലപ്പോഴേ ഇത് മാനിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വെല്ലുവിളികളും സഭയിൽ ഭിന്നതകളും സഭ രണ്ടാകുന്നതും. സഭയുടെ ആത്മീയ നേതൃത്വം നമുക്കറിയാമല്ലോ, വചനപ്രകാരം മൂപ്പന്മാർക്കാണ്. അവർ ഒന്നിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന നടപടികൾ അനുസരിക്കാനുള്ളതായിരിക്കുന്ന കിടപ്പാട് സഭാംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മേശകളിലെ ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡീക്കന്മാരാണ് ചെയ്യുന്നത്. കർത്താവിന് സഭയ്ക്ക് മേലുള്ള അധികാരം കർത്താവ് ആർക്കും കൈമാറ്റം ചെയ്തിട്ടില്ല. എന്നാൽ അനുദിന നടത്തിപ്പിനായി അധികാരം ഡെലിഗേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ നൽകിയിട്ടുള്ളത് മൂപ്പന്മാർക്കാണ്. മൂപ്പന്മാർ കർത്താവിനാണ് കണക്ക് കൊടുക്കേണ്ടത്. മൂപ്പന്മാരെ നിയമിക്കുന്നത് വരെ മിഷണറിമാർക്ക് സഭയുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനുശേഷം പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ അവർക്ക് ഇടപെടുവാൻ അനുവാദമുള്ളൂ. ദുരുപദേശങ്ങൾ പഠിപ്പിക്കുകയോ ഉപദേശപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ മൂപ്പന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുകയോ മൂപ്പന്മാരും ഡീക്കന്മാരും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി പരിഹരിക്കാൻ വയ്യാത്ത സാഹചര്യം വരികയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകൾ വരുന്നത്. അല്ലെങ്കിൽ സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു ആശയമാണ്. ആ ആശയത്തെ ഒരു വിധത്തിലും ധ്വംസിക്കുവാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. സഭയുടെ നിയന്ത്രണം എന്നതുകൊണ്ട് സഭയുടെ നടപടികളും ചെയ്തികളും ക്രമമായി നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ മൂപ്പന്മാരിൽ നിന്നും ഡീക്കന്മാരിൽ നിന്നുമാണ് നാം പ്രാപിക്കുന്നത്. എല്ലാറ്റിന്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് പരസ്പര സ്നേഹമാണ്, സ്നേഹവും ബഹുമാനവുമാണ്. സ്വന്തം മക്കളെ പോലെ വിശ്വാസികളെ സ്നേഹിക്കുകയും കാക്കുകയും ചെയ്യുന്ന ഇടയന്മാര് അധികാരത്തിന് ദണ്ഡ എടുക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പിതാക്കന്മാരെ പോലെ മൂപ്പന്മാരെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തതായിരിക്കുന്ന വിശ്വാസികൾക്കിടയിൽ വെല്ലുവിളികൾ ഒരിക്കലും ഉണ്ടാവില്ല. നേതൃത്വത്തെ വെല്ലുവിളിക്കുകയില്ല. അപ്പോൾ സഭയുടെ ചട്ടിക്കുട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് രണ്ടു വശമുണ്ട്. ദൈവവചനം അനുവദിച്ചിട്ടുള്ളതായിരിക്കുന്ന നിയന്ത്രണങ്ങൾ വിശ്വാസികളിൽ ചെലുത്തുവാൻ സഭയുടെ നേതൃത്വത്തിന് കഴിയും. പക്ഷേ സഭയുടെ നേതൃത്വത്തെ എത്രത്തോളം മാനിക്കുമോ അതനുസരിച്ച് മാത്രമേ ഈ വിധ നിയന്ത്രണങ്ങളൊക്കെ ചെലുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ബന്ധങ്ങൾക്കാണ് അടിവരയിടേണ്ടത്. നല്ല ബന്ധങ്ങൾ, അപ്പൻ മക്കൾ, ജ്യേഷ്ഠ സഹോദരൻ, ഇളയ സഹോദരങ്ങള്, ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ നേതൃത്വവും വിശ്വാസികളും തമ്മിൽ പുലർത്തുന്ന സഭകളിൽ ഒരിക്കലും വെല്ലുവിളികൾ ഉണ്ടാവില്ല. എന്റെ ആവശ്യമോടെയില്ല. അപ്പോ അത് അടുത്ത ചോദ്യത്തിലേക്ക് നയിക്കുന്നു. സഭാംഗത്വത്തിന് ഉള്ള സ്വാതന്ത്ര്യം എത്രയാണ്? സഭയിലെ ഒരു വ്യക്തിക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-2 ഭാഗത്താണ്. അതേ ആശയം തന്നെ ലൂക്കോസ് 4:18 നാം കാണുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷ സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണെന്നാണ്. ബദ്ധന്മാരെ വിടുവിക്കാനും ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ സ്വാതന്ത്ര്യം നൽകുന്ന ശുശ്രൂഷയാണ്. ബന്ധിച്ചു കിടക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. ഇക്കാരണത്താൽ സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ യാതൊന്നും കർത്താവ് ചെയ്യുന്നതല്ല. യോഹന്നാൻ 8:31-32 കുറിച്ച് ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നല്ലോ. വചനം നൽകുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നോട് എന്തുകൊണ്ട് ചെയ്തെന്ന് ചോദിച്ചാൽ വചനം കാണിക്കണം. ദൈവവചനം എനിക്ക് നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്, ഞാൻ അതാണ് ഉപയോഗിച്ചത്. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്റെ അവകാശം. ദൈവം തന്റെ വചനത്തിലൂടെ എന്നെ അനുവദിച്ചുവെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതാണ് സൗമ്യതയുടെ ആത്മാവ്. മറ്റൊരിടത്ത് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവിനാലും വചനത്താലും ഒരാൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ സഭയ്ക്ക് മൂപ്പന്മാർക്ക് ഇടപെടാനാവില്ല. ദൈവത്തിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന സഭകളിൽ വിശ്വാസികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ നിർവചനം നിങ്ങൾ ഓർക്കുന്നല്ലോ. ശരിയായ കാര്യങ്ങൾ ശരിയായ ആ സമയത്ത് ശരിയായ വിധത്തിൽ ശരിയായ ഉദ്ദേശത്തോടുകൂടെ ചെയ്യുവാനുള്ള അവസരത്തിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു സഭയിലും ശരിയായ കാര്യങ്ങൾ വിശ്വാസികൾക്ക് ശരിയായ വിധത്തിൽ ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടുകൂടെ ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരം നിഷേധിക്കാൻ പാടില്ല.
അങ്ങനെ നിഷേധിക്കുന്ന അടിമത്തമാണ്. പിന്നെ പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് ചെയ്യുന്ന കാര്യം ശരിയാണോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ശരിയാണെന്ന് ധരിച്ചു ചെയ്യുന്ന അനേക തെറ്റുകളുണ്ട്, അത് ശരിയാവില്ല. ഉദ്ദേശത്തെ കുറിച്ച് വിധി പറയുവാൻ പലപ്പോഴും നമുക്ക് പ്രയാസമാണ്. കാരണം ഒരാൾ ശരിയായ കാര്യം ശരിയായ വിധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തന്റെ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു. എന്നാൽ ഉദ്ദേശം ശരിയല്ല എന്ന് ബോധ്യമായാൽ അക്കാര്യം ചെയ്യുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല. അങ്ങനെ ചെയ്താൽ അദ്ദേഹം സ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കുന്നത്. പൗലോസിന്റെ എഴുത്തുകൾ ഗലാത്യ ലേഖനത്തിലാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം എഴുതി വെച്ചിട്ടുള്ളത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് മാഗ്ന കാർട്ട എന്ന് ഗലാത്യ ലേഖനത്തെ എഴുത്തുകാർ വിശേഷിപ്പിക്കുന്നു. അതുപോലെ യാക്കോബ് തന്റെ ലേഖനത്തിൽ 1:25 നേരത്തെ വായിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. റോമാലേഖനം 8:2 ന്യായപ്രമാണത്തെ ലോ ഓഫ് സിൻ, പാപത്തിന്റെ പ്രമാണമെന്നും മരണത്തിന്റെ പ്രമാണമെന്നുമാണ് വിളിച്ചിട്ടുള്ളത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മെ അബ്രഹാമിന്റെ മക്കളും അതിനേക്കാൾ ദൈവത്തിന്റെ മക്കളും എന്ന് പ്രഖ്യാപിക്കുന്നതിന് സഹായകരമാണ്. ആ സ്വാതന്ത്ര്യ മുഖാന്തരമാണ് ദൈവത്തിന് മക്കളായിത്തീരുന്നത്. ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനും പെരുമാറുവാനും നമുക്ക് കഴിയുകയില്ല. ധാർമ്മിക രൂപാന്തരം നമ്മൾ ഉളവാക്കുവാനാണ് ഈ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മെ ന്യായപ്രമാണത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കുന്നു. ഗലാത്യ ലേഖനം 5:18 അങ്ങനെയാണ്. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. അച്ചാരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അപ്പൊ നമ്മുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം വരുന്നതേ ഉള്ളൂ. നമ്മുടെ പുത്രത്വത്തിന്റെ ദത്തെടുക്കൽ പൂർണ്ണമാകുമ്പോൾ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകും. അപ്പൊ സഭയും സഭാംഗങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിന് വചനം നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. സഭയ്ക്ക് അധികാരമുണ്ട്, ദൈവവചനം നൽകുന്നതായിരിക്കുന്ന അധികാരമുണ്ട്. അപ്പോൾ ദൈവവചനം നൽകിയിട്ടുള്ളതായ അധികാരത്തിന്റെ പാരാമീറ്ററിൽ നിന്നുകൊണ്ട് സഭ പ്രവർത്തിക്കുന്നു. വ്യക്തികൾക്ക് ദൈവവചനം നൽകിയിരിക്കുന്നതായിരിക്കുന്ന അധികാരത്തിന്റെ പാരാമീറ്ററിൽ നിന്നുകൊണ്ട് ദൈവമക്കൾ പ്രവർത്തിക്കുന്നു. ഇവയ്ക്ക് തമ്മിൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതിന്റെ അതിരുകൾ ലംഘിക്കുന്നത് കൊണ്ടാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. ബന്ധം എന്ന് പറയുന്ന വാക്കിനാണ് ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനം. ബന്ധം. എന്റെ അയൽവക്കത്തുള്ളതായിരിക്കുന്ന പുരുഷൻ എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല. ചെറുപ്പത്തിൽ എന്റെ അപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും. കാരണം ബന്ധം എന്നുള്ള വാക്കാണ്. ഒരാളെന്റെ പിതാവാണ്, മറ്റേയാൾ എനിക്ക് അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഞാൻ കടപ്പെട്ടവനല്ല. ഈ ബന്ധങ്ങള് 3 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ജൈവബന്ധമുണ്ട്, ബയോളജിക്കൽ റിലേഷൻ, അവരപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ള ബന്ധമല്ല സഭാബന്ധം എന്ന് പറയുന്നത്. അവിടെ ജൈവബന്ധമില്ല. അപ്പനും മക്കളൊക്കെ അവിടെ കണ്ടേക്കുമെങ്കിലും സഭയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം ജൈവബന്ധത്തിന്റെ പരിധിയിലല്ല വരുന്നത്. പിന്നെ നമുക്കുള്ളതായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധമാണ്. ഒരിക്കലും വേർതിരിക്കുവാൻ കഴിയാത്ത ബന്ധം. ജൈവബന്ധവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രക്തബന്ധത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് പ്രത്യേക ജൈവബന്ധമുണ്ട്. അപ്പന്റെയും അമ്മയുടെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മക്കളുമായി മാതാപിതാക്കൾക്കുള്ള ബന്ധം ഏറ്റവും സ്വാഭാവികമാണ്. അതിന്റെ ഉത്തരവാദിത്വങ്ങളെയും അതിനുള്ള പദവികളും ഒക്കെ നിരവധിയാണ്. രണ്ടാമത്തെ ബന്ധം എന്ന് പറയുന്നത് നിയമാനുസാര ബന്ധമാണ്. പ്രത്യേക മുഖവുരയും നിർദ്ദേശവും ഒക്കെ ഈ ബന്ധത്തിന് ആവശ്യമാണ്. ഈ ബന്ധത്തെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഇല്ലോ ബന്ധം എന്നാണ് പറയുന്നത്. ഇല്ലോസ് ബന്ധം. എന്റെ ഇല്ലോസ് ആണ്. ഞാൻ ഗ്രേസിനെ വിവാഹം ചെയ്തു. അതോടുകൂടെ ഗ്രേസിന്റെ എല്ലാ ബന്ധുക്കളും എനിക്ക് ഇല്ലോസ് ആയി മാറി. ഫാദറിലോ, മദറിലോ, സണ്ണിലോ, ബ്രദറിലോ, ഏതെല്ലാം ബന്ധങ്ങളാണ്. നിയമാനുസാര ബന്ധങ്ങളാണ്. ഇവയ്ക്ക് വലിയ വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. മൂന്നാമത്തെ ബന്ധം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. ഉടമ്പടി ബന്ധമാണ്. കവനന്റ് റിലേഷൻഷിപ്പ്. അത് ജനനം കൊണ്ടോ മറ്റോ കിട്ടുന്നതല്ല. അതൊരു ഉടമ്പടിയാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഭാര്യാഭർത്തൃ ബന്ധം തന്നെയാണ്. ഹോളി കവനന്റ് റിലേഷൻഷിപ്പ്.
ദൈവവും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ളതും അങ്ങനെയാണ്. പുതിയ നിയമത്തിന്റെ ഉടമ്പടി പ്രകാരമുള്ള ബന്ധമാണ്. ഏറ്റവും പവിത്രമായ ബന്ധമാണിത്. സഭാംഗങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തെ ആർക്കും അഴിക്കുവാൻ കഴിയുകയില്ല. കാരണം അത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ഉൾപ്പെടുന്നതായിരിക്കുന്ന ആളുകൾക്ക് തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വചനപ്രകാരം ഗ്രഹിച്ചാൽ അത് സാഹോദര്യ ബന്ധമാണ് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. ഒരു അജഗണത്തിലെ രണ്ട് ആടുകൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ജീവിതത്തിലുള്ളതായിരിക്കുന്ന സാഹോദര്യ ബന്ധമാണ്. ഒരു കെട്ടിടത്തിലെ രണ്ട് ഇഷ്ടികൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ശരീരത്തിലെ രണ്ട് അവയവങ്ങൾക്ക് തമ്മിലുള്ള ബന്ധമാണ്. എന്താണ്? ഈ ബന്ധങ്ങളിലൊന്നും ഒരിക്കലും ഭിന്നത ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ പിന്നെ സഭ എന്ന് പറയുന്ന ശരീരത്തിലെ ഒരംഗമായി എനിക്ക് വേറൊരംഗമായി വേറൊരു സഹോദരമായിട്ട് എന്തുകൊണ്ട് ഭിന്നത ഉണ്ടാകുന്നു? എന്റെ സ്വന്തം ശരീരത്തിലെ കൈക്കും കാലിനും തമ്മിൽ വഴക്കുണ്ടാകുന്നില്ലല്ലോ, കണ്ണനും ചെവിക്കും തമ്മിൽ വഴക്കുണ്ടാകുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ ബന്ധത്തെ കുറിച്ച് ബോധമില്ലാത്തവനായി പെരുമാറുന്നത് കൊണ്ടാണ്. മാനസിക രോഗികൾക്ക് മാത്രമാണ് ശരീരത്തിലെ അവയവങ്ങൾക്ക് തമ്മിൽ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒരു സൈന്യത്തിലെ അംഗങ്ങളാണ് വിശ്വാസികൾ. സഭയാകുന്ന സൈന്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന യാതൊരു ചെയ്യുവാൻ സൈന്യത്തിലെ യാതൊരു അംഗത്തിനും അനുവാദമില്ല. നമുക്കറിയാം, സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സേനകളുടെ ഐക്യമാണ്. അച്ചടക്കമുള്ള ഒരു സൈന്യം പോലെ ദൈവത്തിന് ദൈവരാജ്യമായി മുന്നേണ്ടവരാണ് വിശ്വാസികൾ. അപ്പോ ആ ബന്ധത്തിൽ എന്തുകൊണ്ട് പിന്നെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സഭയിലെ വിശ്വാസികൾക്ക് തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എത്ര ശക്തവും എത്ര പവിത്രവുമാണ്. അതൊരു ശരീരത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയും ഒരു സൈന്യത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയും ഒരു ഘട്ടത്തിലെ ഇഷ്ടികൾ തമ്മിലുള്ള ബന്ധം പോലെയും ഒക്കെയുള്ള ശക്തമായിരിക്കുന്ന ബന്ധമാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ അതൊന്നും അങ്ങനെ കാണുന്നില്ല. ഒന്നുകിൽ നമ്മുടെ പഠിപ്പിക്കലിന്റെ കുറവോ അല്ലെങ്കിൽ ആളുകളുടെ ആ നിലയിലുള്ള ബോധ്യതയില്ല. സഭ എന്താണ് എന്ന ചോദ്യത്തിന് പോലും ശരിയായിരിക്കുന്ന ഉത്തരം പലർക്കും കൊടുക്കുകയില്ല. സാരം നമ്മൾ രക്ഷിക്കപ്പെട്ടുള്ള കൂട്ടമാണ് സഭ, അത് ശരിയുമാണ്. പക്ഷെ സഭയ്ക്ക് അതിൽ കൂടുതലുണ്ട്. സഭ എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സംഘടിത യാഥാർത്ഥ്യമാണ്. ക്രൈസ്റ്റ് സെന്റേർഡ് കോർപ്പറേറ്റ് എൻറ്റിറ്റി. Nothing against the interest of Christ could be entertained in the church. ക്രിസ്തുവിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള യാതൊരു ആശയവും യാതൊരു പ്രവൃത്തിയും ഒരു വാക്കും സഭയ്ക്കുള്ളിൽ പറയാൻ ആർക്കും അനുവാദമില്ല. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ സംഘടിത യാഥാർത്ഥ്യമായ സഭ ക്രിസ്തുവിന്റെ താല്പര്യത്തിനെതിരെ ഒന്നും തന്നെ ചിന്തിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ സഭയ്ക്കോ സഭാംഗങ്ങൾക്കോ അനുവാദമില്ല. ക്രിസ്തുവിന്റെ താല്പര്യം എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ച് ആത്യന്തികമാണ്. അതുപോലെ തന്നെയാണ് സഭ എന്ന് പറയുന്ന വചന കേന്ദ്രീകൃതമായ ഒരു സംഘടിത യാഥാർത്ഥ്യമാണ്. ചർച്ച് ഈസ് എ ബൈബിൾ സെന്റേർഡ് കോർപ്പറേറ്റ് എൻറ്റിറ്റി. അതുകൊണ്ട് ബൈബിളിലെ പഠിപ്പിക്കലുകൾക്കും ഉപദേശങ്ങൾക്കും ചെയ്തികൾക്കും മാതൃകൾക്കും വിപരീതമായ ഒന്നും ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ സഭയിലെ ആർക്കും അനുവാദമില്ല, ഒരാൾക്കുമില്ല. മൂന്നാമത് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിന്റെ പുനർജനന പ്രവർത്തനത്താലും സ്ഥാപിക്കപ്പെട്ടതും ദൈവമഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നിലനിൽക്കുന്നതുമായ ഒരു സംഘടിത വിശ്വാസ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും എതിരായ യാതൊരു ചിന്തയും വാക്കും പ്രവൃത്തിയും ചെയ്യുവാൻ സഭയ്ക്കും സഭയിലെ ഒരു വിശ്വാസിക്കും അനുവാദമില്ല. സുവിശേഷത്തിന്റെ ഘോഷണത്തിനും വ്യാപനത്തിനും വേണ്ടി ദൈവകൽപ്യമായി നിലനിൽക്കുന്ന ഒരു ആത്മീയ സൈന്യമാണ് സഭ. സുവിശേഷത്തിന്റെ ഘോഷണത്തിനും പ്രചാരണത്തിനും വ്യാപനത്തിനും തടസ്സമായി വരുന്ന യാതൊരു ചിന്തയും ഒരു വാക്കും ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സഭയ്ക്കോ സഭാംഗങ്ങൾക്കോ അനുവാദമില്ല. കർത്താവിന്റെ വചനത്താലും രക്തത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും ശരീരമായി രൂപപ്പെടുത്തിയ ഒരു ആത്മീയ ബന്ധമാണ് ഈ സഭ എന്ന് പറയുന്നത്. ഈ ബന്ധത്തിനോ ഈ ബന്ധത്തിൽപ്പെട്ട യാതൊരു വ്യക്തിക്കോ ദോഷകരമായി എന്തെങ്കിലും ചിന്തിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ ഉള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം സഭയ്ക്കോ സഭയിലെ ഒരു വ്യക്തിക്കോ ഇല്ല. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് വളരെ ലൂസായിട്ട് സഭ എന്ന് പറയുകയും സഭയുടെ സംഘടന എന്ന് പറയുകയും അതിന് പുറത്തും അതിനകത്തും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക.
വാസ്തവത്തിൽ നാമൊക്കെ യഥാർത്ഥമായ ദൈവജനത്തിലെ ഉപദേശപ്രകാരമുള്ള സഭകളാണോ അതോ വെറും സൊസൈറ്റികളാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സഭയുടെ പ്രയോജനത്തെ അനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അവയെ നാം ബോധപൂർവ്വം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പൊ ആദർശവാദം എന്ന് പറഞ്ഞൊരു വാദമുണ്ട്, ഐഡിയലിസം. അനേക വിശ്വാസികൾ അവിടെ സ്വപ്നതുല്യമായ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥിതി ആണ് സഭ എന്ന ചിന്തയിലാണ്. അവർ പറയുന്ന യെരുശലേമിലെ സഭയുടെ ഭക്തിയും, അന്ത്യോക്യയിലെ സഭയുടെ ദർശനവും, എഫെസോസിലെ സഭയുടെ സ്വർഗീയതയും, കൊലോസിയിലെ സഭയുടെ ക്രിസ്തു സാന്നിധ്യവും, ഫിലിപ്പിയിലെ സഭയുടെ സുവിശേഷ താല്പര്യവും, മക്കതോന്യ സഭയുടെ ത്യാഗപൂർവമായ കൊടുക്കലും, തെസ്സലോനിക്ക സഭയുടെ പ്രത്യാശയും എല്ലാം കൂടെ ഒത്തുചേരുന്നതാണ് ഒരു ഐഡിയൽ ചർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സഭ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ ആ സഭയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ സഭയിൽ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സഭ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ പിന്നെ നാം ആയിരിക്കുന്ന സഭയെ അങ്ങനെ ആക്കുക എന്നുള്ളതാണ്. ആ സഭയെ അങ്ങനെ ആക്കി തീർക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് ആയിരിക്കുന്ന ഒരവസ്ഥയും ആയിരിക്കേണ്ട ഒരവസ്ഥയും ഉണ്ട്. ഈസ് എന്ന് വോട്ടെന്നും പറയും. വോട്ട് ഈസ് നോട്ട് ഓൾവേസ് ഈസ്. ആയിരിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലൊന്നും അല്ല എപ്പോഴും സഭ ആയിരിക്കുന്നത്. അപ്പൊ ഈ ആദർശവാദം നാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കില്ല. അനേകർക്കുള്ള പ്രശ്നം അതാണ്. രണ്ടാമത് സഭയെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു വൈകാരിക സാന്ദ്രതയുണ്ട്, ഇമോഷണൽ സാച്ചുറേഷൻ. ഇപ്പൊ പെന്തക്കോസ്ത് അനുഭവത്തിന്റെ മൂശയാണ് സഭ എന്ന കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. ഒരു സഭ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്തൊരു സഭ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് അനുഭവങ്ങൾ ആവർത്തിക്കുക എന്നാണ്. ഒരനുഭവത്തിനായി സഭയെ അന്വേഷിച്ച് നടന്നിട്ട് നിരാശപ്പെടുന്നവരുണ്ട്. 3000 പേരുടെ വൈകാരിക സ്വീകാര്യത അവർ സ്വപ്നം കാണുന്നു, എന്നാൽ കണ്ടെത്തുന്നത് അനന്യാസുമാരും സഭീരമാരും നിറഞ്ഞ കൂട്ടത്തെയാണ്. പരസ്പരം പഴിയാകുന്ന എബ്രായ ചിന്താഗതിക്കാരെ യവന ചിന്താഗതിക്കാരെയാണ് പലപ്പോഴും കാണുന്നത്. ന്യായപ്രമാണവാദവും സ്വാതന്ത്ര്യവാദവും ഇവയൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഘടനകളാണ് സഭകൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഒടുവിൽ ഒന്നും ശരിയല്ല, ഒന്നും തെറ്റുമല്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനേക ആളുകളുണ്ട്. മറ്റു ചിലരെ വിശുദ്ധന്മാരുടെ സത്യന്തമായ സംസർഗത്തെ കാംക്ഷിച്ച സഭയിലേക്ക് വരുന്നു. എന്നാൽ കൊരിന്ത്യ മോഡൽ സഭയാണ് അവർ കണ്ടെത്തുന്നത്. ഭയങ്കര നിരാശയും ഉപേക്ഷിക്കലുമാണ് ഫലം. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും കഴുകപ്പെട്ടവരുമായവരുടെ കൂട്ടമാണ് സഭ. ഇന്നലെ വരെ പാപികൾ എന്ന നിലയിൽ ലേവൽ മാത്രം ഉണ്ടായിരുന്നവരും ഇന്ന് വിശുദ്ധന്മാരെന്ന ലേവലിന് യോഗ്യരുമായി തീർന്ന ആളുകളാണ് സഭ എന്ന് പറയുന്നത്. പാപത്തിന്റെ പലവിധമായ ലാഞ്ചനകളും സ്വാധീനങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്ന വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് ഞാൻ പോകുന്നു, എനിക്കിത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സോപ്പും വെള്ളവും കൊണ്ട് നന്നായി കഴുകി ശുദ്ധീകരിക്കുന്നതിന് തയ്യാറുള്ള ആളുകളാണ് സഭയിൽ വേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് അവകാശപ്പെടുന്ന ഒരു സഭയുണ്ട്. അവർ സഭയെ ഒരു സൈന്യമായോ കുടുംബമായോ ആലയമായോ ഒന്നും കാണുന്നില്ല. ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംഘടനയാണ് സഭ എന്ന് മാത്രം അവർ കാണുന്നു. ഇന്നത്തെ ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിൽ വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് ആരെയും ചോദ്യം ചെയ്യാൻ അവർ അനുവദിക്കുകയില്ല. ക്രിസ്തു കർത്താവ് നമ്മെ സ്വീകരിച്ചതുപോലെ നാം അന്യോന്യം സ്വീകരിക്കണമെന്നാണ് വചനം പറയുന്നത്. എന്ത് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കർത്താവ് നമ്മെ സ്വീകരിച്ചത്, അതുപോലെ നാമും സഹോദരന്മാരെ സ്വീകരിക്കണം. ശരീരത്തിലെ ഒരു അവയവം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിലെ മറ്റവയവത്തെ സ്വീകരിക്കുന്നത്, അതേ വിധത്തിൽ നാം അന്യോന്യം സ്വീകരിക്കണം. ക്രിസ്തു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ക്ഷമിച്ചു നൽകുന്നത്, അതേ അടിസ്ഥാനത്തിൽ തന്നെ നാമും അന്യോന്യം കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചു നൽകണം. ഒരു ഭവനത്തിലെ അംഗങ്ങൾ എങ്ങനെയാണോ അന്യോന്യം ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സഭയിലെ വിശ്വാസികൾ അന്യോന്യം സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭ എന്ന ക്രമീകരണത്തിന് വിശ്വാസികളുടെ മേലുള്ള അധികാരവും നിയന്ത്രണവും സ്വാധീനവും എത്രത്തോളം അതൊന്നും പറയുവാനുള്ള സമയം നമുക്കില്ല. പക്ഷെ ഞാൻ പറയട്ടെ, സഭ ഒരു ശരീരമാകിയാൽ എന്റെ തലയ്ക്ക്
എന്ത് അധികാരവും നിയന്ത്രണവും സ്വാധീനവും എന്റെ ശരീരത്തിന് മേലുണ്ടോ, അതേ അധികാരവും സ്വാധീനവും നിയന്ത്രണവും സഭയ്ക്ക് ഒരു സഭാംഗത്വത്തിന് മേലുണ്ട്. രണ്ട് ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, അംഗത്വം നൽകുമ്പോൾ സഭയുടെ അധികാര നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു കൊള്ളാം എന്ന് സ്വയം എഴുതി ഒപ്പിട്ട് നൽകുന്നതായിരിക്കുന്ന ക്രമീകരണം. കോൺഗ്രിഗേഷൻ സഭകളെല്ലാം അതാണ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്, സഭയ്ക്ക് അംഗത്വമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം സഭയിൽ വരുന്നു പോകുന്നു, സ്വന്തം താല്പര്യപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. താല്പര്യത്തിന് വിരുദ്ധമാണ് സഭയിലെ പ്രവൃത്തിയിൽ നിന്ന് തോന്നിയാൽ സഭ വിട്ടുപോകും. രണ്ടടിസ്ഥാന കാഴ്ചപ്പാടുകളാണുള്ളത്. ഒന്ന്, സഭയിലെ എല്ലാവരും തുല്യരാണ്, ആർക്കും ആരുടെയും മേൽ യാതൊരു അധികാരവും നിയന്ത്രണവുമില്ല, താനായി തന്നെ വിധേയപ്പെടുന്നത് കൊണ്ടുള്ള നിയന്ത്രണമേ ഉള്ളൂ. രണ്ടാമത്, സഭയ്ക്ക് വ്യക്തമായ ചട്ടക്കൂടുണ്ട്. അംഗത്വം, നേതൃത്വം, ഭരണക്രമീകരണം, അച്ചടക്കം മുതലായവ ഇതിന് വിധേയമായി മാത്രമേ സഭാംഗങ്ങൾക്ക് പെരുമാറുവാൻ കഴിയൂ. അപ്പോ കർത്താവിന്റെ സഭയെ സംബന്ധിച്ചുള്ള ബോധ്യതകൾക്ക് അനുസരിച്ചാണ്. കർത്താവിന് ഒരു സഭയേ ഉള്ളൂ, അത് സാർവത്രിക സഭയാണ്. അവിടെ നിയന്ത്രണം കർത്താവിന്റെ കയ്യിലാണ്. തെറ്റ് ചെയ്യുന്നവരെ കർത്താവ് താൻ തന്നെ ശിക്ഷിക്കും. ആർക്കും ആരെയും നിയന്ത്രിക്കാനാവില്ല, നിയന്ത്രിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് തദ്ദേശ സഭയ്ക്ക് യാതൊരു വിശ്വാസത്തിന്റെ മേലും യാതൊരു അധികാരവുമില്ല, ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനും ഒക്കെയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പിന്നെ അവർ പറയുന്നത് സാർവത്രിക സഭ ഒഴികെയുള്ള കൂടിവരവുകളെ കൂട്ടായ്മകൾ എന്നാണ് പറയുന്നത്. സർക്കിൾ ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മ സർക്കിളുകൾ. ആരെവിടെ കൂട്ടായ്മ ബന്ധം പുലർത്തണമെന്ന് തനതായി തന്നെ നിശ്ചയിക്കുന്നു. കൂട്ടായ്മ രീതികൾ ശരിയല്ലെന്ന് തോന്നിയാൽ മറ്റൊരു സർക്കിൾ ഓഫ് ഫെലോഷിപ്പിലേക്ക് മാറുന്നു. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ സർക്കിളൊന്നും കാണുന്നില്ല. വ്യക്തമായ കൽപ്പനകളാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, അപ്പോസ്തലീയ നിർദ്ദേശങ്ങൾ, ഈ ലേഖനത്തിലെ വാക്കുകൾ കേൾക്കാത്തവനെ പുറത്താക്കുക, പാപം ചെയ്യുന്നവരെ ശാസിക്കുക, തർജ്ജം ചെയ്യുക, വേറിട്ട് ലജ്ജിപ്പിക്കുക, തമ്മിൽ ബഹുമാനിക്കുക, അധികാരങ്ങൾ കീഴടങ്ങുക, നടത്തുന്നവരെ അനുസരിക്കുക, ബലഹീനരെ താങ്ങുക, ആർക്കും തിന്മ ചെയ്യാതിരിക്കുക, ആവോളം എല്ലാവരോടും സമാധാനമായിരിക്കുക. ഇങ്ങനെ എത്രയെത്ര നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് പുതിയ നിയമത്തിലുള്ളത്. മൂപ്പന്മാർ, മിഷണറിമാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ നിരവധി തലങ്ങളിലുള്ളവരുടെ അധികാരത്തിന് നിയന്ത്രണത്തിന് വിധേയമായിരിക്കുന്ന സഭ. തിരുവത്താഴ്ചകളെ സംബന്ധിച്ച് നിരവധി നിയന്ത്രണങ്ങൾ ബൈബിളിലുണ്ട്. ഒന്നും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. വരപ്രകാശത്തെ സംബന്ധിച്ച് നിരവധി നിയന്ത്രണങ്ങൾ, 1 Corinthians 12, 13, 14 അധ്യായങ്ങൾ. കുടുംബജീവിതം സംബന്ധിച്ച് എന്തെല്ലാം നിയന്ത്രണങ്ങൾ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ സംബന്ധിച്ച്, സമ്പത്തിന്റെ സ്വരൂപിക്കൽ, ചെലവാക്കൽ മുതലായവ സംബന്ധിച്ച്. അപ്പൊ നിയന്ത്രണം മുതലായവ എത്രത്തോളം എന്ന ചോദ്യത്തിന് സഭയുടെ ലക്ഷ്യവും സാക്ഷ്യവും പ്രയോജനവും സുരക്ഷിതമായി നിലനിർത്തുവാൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ അനുവദനീയമാണ്. സഭാംഗത്വത്തിനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ലംഘിക്കാതെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റോമാലേഖനം 14 അധ്യായം. സഭയുടെ സാക്ഷ്യത്തെ ഹനിക്കാതെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1 Corinthians 5-6 അധ്യായങ്ങൾ. കുടുംബജീവിതത്തിന്, ക്ഷേമത്തിന്, സന്തോഷത്തിന് ഹാനിവരാതെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെയും, ഒരു പട്ടാളത്തിലെ പട്ടാളക്കാരെ പോലെയും, ഒരു കെട്ടിടത്തിലെ ഇഷ്ടികൾ പോലെയും പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലൂസ് എൻറ്റിറ്റി അല്ല. സഭ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടം പോലെ വരാനും പോകാനുള്ള ഒരു സ്ഥലമല്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിപാടിയാണ്. ദൈവം തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. അതിന് ചട്ടക്കൂടുകളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, നേതൃത്വമുണ്ട്, പ്രവൃത്തികളുണ്ട്, ചെയ്തികളുണ്ട്. എല്ലാം ഭംഗിയായും ചന്തമായും ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളതിന് ദൈവത്തിന് വളരെ വില കൊടുക്കുന്നുണ്ട്. ദൈവം ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങി, നാം അടിമകളാകരുത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ കർത്താവ് ചെയ്തത് എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ ഇടയ്ക്കിലേക്ക് വരുവീനെന്ന് പറഞ്ഞു, എന്റെ നുകം ചുമക്കുക, എന്റെ ഭാരം എടുക്കുക. ലോകത്തിന്റെ അടിമത്വത്തിൽ നിന്നും, സമുദായങ്ങളുടെ അടിമത്വത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച സത്യസഭയിലേക്ക് വരുന്നവർക്ക് സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതിന് പുറത്തേക്ക് പ്രവർത്തന രീതികള് അത് മാറ്റുവാനോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ വക്താക്കളായി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ബ്രദറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു.
ആഴത്തിൽ സമഗ്രമായിട്ട് ഇത്ര വിശാലമായ വിഷയത്തെ അവതരിപ്പിച്ചതിന് പ്രത്യേക നന്ദി. നമ്മൾ ശ്രദ്ധിച്ചത് ഈ വിഷയം ചർച്ച ആരംഭിക്കേണ്ടത് തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ശരിയായ നിർവചനത്തിലാണ്. സ്വാതന്ത്ര്യത്തെ ശരിയായി മനസ്സിലാക്കുമ്പോൾ ആണ് നമ്മൾ ആ വിഷയം ആരംഭിക്കുന്നത്. സഭയിലെ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും പെരുമാറ്റച്ചട്ടമുണ്ട്. അത് ദൈവവചനം നിഷ്കർഷിക്കുന്ന നിബന്ധനകളും നിയന്ത്രണങ്ങളുമാണ്. ഇത് നടപ്പിൽ വരേണ്ടത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ്. നമ്മൾ വിശാലമായ ഈ വിഷയത്തെ കേട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം.